السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل آيات بينات وكتابا مبينا بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى دروس اللغة العربية لغير الناطقين بها. وأين وقفنا؟ وماذا درسنا في الدرس الماضي؟ في أي صفحة وقفنا؟ ദായി വല്ല മനസ്സിലായോ? എവിടെ നിർത്തിയെന്ന് ചോദിച്ചു മനസ്സിലായി. ഞാൻ പക്ഷെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, 2-3 ക്ലാസ്സിൽ. അവരോട് ബുക്ക് മടക്കി വെച്ച് 2-3 ക്ലാസ്സിലുണ്ടായിരുന്ന ബുക്ക് മടക്കി വെച്ചല്ലേ? നെക്സ്റ്റ് അദ്ദർസുൽ ഹാദി അശറ. നാട്ടിലായിരുന്നു, ഇപ്പൊ പറ്റിയില്ല ഇറങ്ങിയിട്ട്. അപ്പം സാധാരണ ചില ആൾക്കാർ പറയും ഞാൻ നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് പഠിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് നാട്ടില് ആയിരുന്നുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. പഠിച്ചില്ലെങ്കിലും എവിടം വരെ പാഠം എടുത്തെന്നെങ്കിലും കണ്ടുവയ്ക്കണം. പാഠം എവിടം വരെ എത്തി എന്നെങ്കിലും കണ്ടുവയ്ക്കണം. ആ വീഡിയോയുടെ ലാസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലെത്തി എന്ന് അറിയാൻ പറ്റും, വീഡിയോ കണ്ടില്ലെങ്കിൽ. അതെ, അതറിയാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നോക്കണ്ടേ? നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? നമ്മളത് പ്രാക്ടീസ് കുറവായിരിക്കും മെയിനായിട്ട്. നമുക്ക് ലാംഗ്വേജ് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ്? നമുക്കെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിന് അറബി ഭാഷ പഠിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാവും. നമ്മൾ അതിനോട് ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങള് നാട്ടിലാണ്, നിങ്ങളെ മോനോട് സംസാരിക്കില്ലേ? മോളോട് സംസാരിക്കില്ലേ? നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും. മോൻ ഇവിടെ ഇല്ല, വിദേശത്താണ്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇല്ല. എനിവേ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഇതേപോലെയാണ്. അതായത് നമുക്ക് എന്തിനോട് ഇന്റിമസി ഉണ്ടോ അത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് ഖുർആൻ വായിച്ചാലും മനസ്സിലാവും, ഹദീസ് വായിച്ചാലും നമുക്ക് മനസ്സിലാവും, ഫിലോസഫി പഠിച്ചാലും മനസ്സിലാവും, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ പറയുന്നത് കേട്ടാലും മനസ്സിലാവും. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. അപ്പൊ ഖുർആനിലെ ഫിലോസഫിയാണ്. നമ്മൾ അവിടെ ശിർക്ക് മാത്രമേ കാണുള്ളൂ. ശിർക്കല്ല, അവിടെ ശിർക്ക് മാത്രമല്ല. ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരതിനെപ്പോഴും താലോലിച്ചുകൊണ്ട് നടക്കുന്നു. പലതിനും ആമനു അശദ് ഹുബ്ബല്ലില്ല. അവര് വിശ്വാസികളാണെങ്കിൽ എപ്പോഴും അള്ളയെ താലോലിച്ചുകൊണ്ട് നടക്കും, അള്ളയെ സ്നേഹിച്ചുകൊണ്ട് നടക്കും. അപ്പൊ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അതെപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ അറബി ഭാഷയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം. നമ്മളിപ്പോ കുട്ടികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ 1980-കളിലൊക്കെ ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്കൂളുകളിൽ വ്യാപകമായത് ആ കാലഘട്ടത്തിൽ. അപ്പം മമ്മി ഡാഡി പിന്നെ ഇംഗ്ലീഷ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. നമ്മൾ എത്ര വർഷം എല്ലാ ദിവസവും അറബി സംസാരിക്കുന്നില്ല നമ്മൾ.
പക്ഷേ നമുക്ക് അറിവൊന്നും അറിയില്ല. ഡെയിലി അറിവ് സംസാരിക്കുന്നുണ്ട് നമ്മൾ, അല്ലേ? അള്ളാഹടുത്ത് അറിവ് പറയുന്നുണ്ട്, നബിയടുത്ത് അറിവ് പറയുന്നുണ്ട്, പള്ളിയിൽ ചെല്ലുമ്പോൾ അറിവ് പറയുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിവ് പറയുന്നുണ്ട്. ശരി, അപ്പൊ എവിടെ ഫരീദ് സാഹിബ്? أكملنا الدرس العاشر. أكملنا الدرس العاشر. ഫരീദ് സാഹിബിന്റെ നെറ്റിന് പ്രോബ്ലം ഉണ്ടല്ലോ കാര്യമായി, എഴുച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. കംപ്ലീറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അദ്ദർസുൽ ഹാദി അശർ. അദ്ദർസുൽ ഹാദി അശർ, പാഠം 11. പാഠം 11 നമ്മൾ പഠിക്കുന്ന പോയിന്റുകൾ പ്രധാനമായിട്ടും മുളാരിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, മുളാരിന്റെ ഒന്നോ അല്ലെങ്കിൽ പരിമിതമായ രൂപങ്ങൾ മാത്രമേ നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ. ഇന്ന് അതിന്റെ ഇന്ന് മീൻസ് ഈ പാഠത്തിൽ 11ാമത്തെ പാഠത്തിൽ അതിന്റെ കൂടുതൽ രൂപങ്ങൾ പഠിക്കും. ഇതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, മുളാരി എന്ന് പറയുമ്പോൾ നമ്മൾ യഫ്തഹു, അവൻ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും എന്ന് പറയും. അപ്പൊ തുറക്കുന്നു എന്നും പറഞ്ഞു, തുറക്കും എന്നും പറഞ്ഞു. അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിനും പറയും, വരാൻ പോകുന്നതിനെയും പറയും. മുളാരിയുടെ ഒരു രൂപം. ഇപ്പൊ യസ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു എന്നും പറയാം, പോകും എന്ന്. അപ്പൊ എന്താണ് പോകുന്നു എന്നാണോ പോകും എന്നാണോ എന്ന് ഇങ്ങനെ അറിയാം. സെന്റൻസിൽ നിന്നും അല്ലെങ്കിൽ പാരഗ്രാഫിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അക്ഷരമാണ്, ഒരക്ഷരം ഉപയോഗിക്കും, അത് സായാണ്. നമ്മൾ സയസ്ലാനാറൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വാക്കുകൂടെ പഠിച്ചിട്ടുണ്ട്, കല്ല സൗഫത്തഴലൻ. അപ്പൊ സായും സൗഫയും ഉപയോഗിച്ചാൽ അത് ഭാവിയിലുള്ളതാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതല്ല, മറിച്ച് എന്താണ്, ഭാവി. അതാണ് ഇതിലെ മറ്റൊരു സംഗതി. അതേപോലെ മാളിയില് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ മായാണ് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി. അക്കൽത്തു എന്ന് പറയുമ്പോൾ ഞാൻ തിന്നു, മാ അക്കൽത്തു, ഞാൻ തിന്നില്ല. മുളാരിയില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപൂർണ ക്രിയയില് അല്ലെങ്കിൽ പ്രസന്റ് ഫ്യൂച്ചർ ടെൻസുകളിൽ ഉപയോഗിക്കുന്നത് ലായാണ്. ലാ അദ്ഹബു, ഞാൻ പോവുകയില്ല. ലാ അഷ്റബു, ഞാൻ കുടിക്കുകയില്ല. ഇതാ. അതേപോലെ ഈ പാഠത്തിൽ നമ്മൾ ഇതിന്റെ ക്രിയയുടെ ഇൻഫിനിറ്റീവ് ഫോം അഥവാ മസ്ദർ എന്ന് പറയാം. പ്രഭവസ്ഥാനം എന്നാണ് മസ്ദറിന്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയുമ്പോൾ ഇതിന്റെ 1ാമത്തെ രൂപ ഏതാന്ന് ചോദിക്കുമ്പോൾ മാളിയുടെ 1ാമത്തെ രൂപ പറയുന്നത്. യഥാർത്ഥത്തിൽ അറബി ഭാഷ പഠിക്കുമ്പോൾ അതിന്റെ ക്രിയാധാതുവാണ് അല്ലെങ്കിൽ മസ്ദറാണ് അതിന്റെ പ്രഭവസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിയാധാതുവിനെ കുറിച്ച് പഠിക്കും. പിന്നീട് അമ്മയുടെ പ്രയോഗം, അമ്മയുടെ പ്രയോഗം, അതിന്റെ സെക്കൻഡ് പാർട്ടില് ഫ വരുന്നതും, ഇവിടെ പഠിക്കും. അതേപോലെ അഹി എന്ന് പറഞ്ഞാലും അഹുൻ ലീ എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. അത് നമ്മൾ പാഠത്തിലെ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. അഹുൻ എന്ന് പറഞ്ഞാലും അഹി എന്ന് പറഞ്ഞാലും, അഹി എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ എന്നാണ്. അഹുൻ ലീ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഒരു സഹോദരൻ,
എന്നാണ്. എൻ്റെ ഒരു സഹോദരൻ എന്ന്. അതിന്റെ പ്രയോഗത്തിലാണ് അർത്ഥ വ്യത്യാസമുണ്ട്. അതും ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപൂർണക്രിയയുടെ കൂടുതൽ രൂപങ്ങൾ, അപൂർണക്രിയയിലെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും വേർതിരിക്കാനുള്ള അടയാളം, അതേപോലെ അപൂർണക്രിയയിൽ നെഗറ്റീവ് ആക്കാനുള്ള പ്രയോഗം, ക്രിയാധാതു, അമ്മയുടെ പ്രയോഗം, അഹി എന്ന് പറഞ്ഞാലും അഹുൻ ലി എന്ന് പറഞ്ഞാലുമുള്ള വ്യത്യാസം, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ പാഠം റിവൈസ് ചെയ്യുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാഠം വെറുതെ റിവൈസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഈ പാഠത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിച്ചത്, ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അസ്സലാമു അലൈക്കും. ഇസ്ലാം ഉസ്താദേ, നമ്മള് ഇതിനു മുമ്പ് ഒന്ന് റിവൈസ് ചെയ്ത് വന്നില്ല, അതായത് ഒരു 10 പാഠങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ റിവൈസ് ചെയ്തോ? ഒന്ന് റിവൈസ് ചെയ്തിട്ട് പിന്നെയും തുടങ്ങിയല്ലേ ചെയ്ത്? ഈ ബുക്കിലല്ല, പഴയ ബുക്കില്. ഞാനാണോ വേറെ ആരെങ്കിലും ആണോ? ഉസ്താദ് തന്നെ. എന്നിട്ട് പിന്നെ 11 മുതൽ വേറെ അങ്ങനെ ഒന്നും എടുക്കല്ലേ? അതായത് ഇതിപ്പോ 2ാമത്തെ ബുക്കല്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ എക്സർസൈസ് സ്വന്തം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞു എക്സർസൈസ് സ്വന്തം ചെയ്താൽ ശരിയാവില്ല, എക്സർസൈസ് നമുക്ക് വായിക്കണമെന്ന് പറഞ്ഞു. പിന്നെ റിവിഷനിലേക്ക് പോയപ്പോ നമ്മള് സ്ലോവിലാണോ പോകുന്നത്, സ്പീഡിലാണോ പോകുന്നത്? സ്ലോവിൽ തന്നെ പോണത്. പക്ഷെ എനിക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് വളരെ വളരെ സ്ലോ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിന്റെ റിവിഷൻ വോയിസ് ക്ലിപ്പ് കിട്ടുന്നില്ലേ? അതില് ഉസ്താദ് എടുക്കണ ആ ഒരു ഇതിലേക്ക് എത്തണില്ല, ക്ലാരിറ്റി എത്തണില്ല. എന്താണെന്നറിയോ ഞാൻ പറയാന്? അത് ക്ലാരിറ്റി എത്തൂല, കാരണം അത് റിവിഷൻ ആണ്. അതെ, അതല്ല, കുറെ ക്ലാസ് മിസ്സായ കാരണേ. അപ്പൊ അങ്ങനെ ഒരു റിവിഷനും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവുമെന്ന് അത് തോന്നുന്നു. വേറെ വിഷയം. മിസ്സായതിന്റെ ഉത്തരവാദി ഞാനല്ല. ഞാൻ പഠിപ്പിച്ചത് ക്രിസ്റ്റൽ ക്ലിയർ ആണോ അതല്ല കലക്ക വെള്ളം പോലെയാണോ? ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ നോക്കിയാൽ എന്താണോ മുഴുവനായിട്ട് കാണാം, അതാണ് ക്രിസ്റ്റൽ ക്ലിയർ. അതങ്ങനെ തന്നെയാണ്. കളർ ഗ്ലാസോ ഡാർക്ക് ഗ്ലാസോ ഒന്നുമല്ല. അതുകൊണ്ടല്ല ഉസ്താദ്, എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ല എന്റെ ഈ കയ്യിന്റെ പ്രശ്നം കാരണം കുറെ ക്ലാസ് എനിക്ക് മിസ്സായി. ഞാൻ എന്നാ തന്നെ കുറെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആ നേരിട്ട് കിട്ടുന്ന ആ ഒരു എത്രയിലും കിട്ടൂലല്ലോ. അപ്പൊ ഒന്ന് റിവിഷനും കൂടി ആയ കൈ ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്നത്. മൊത്തത്തില് കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. അപ്പൊ എവിടുന്നൊക്കെ എന്തൊക്കെയാ കിട്ടുന്നത്. ക്ലാസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ താളം തെറ്റില്ല. മറ്റേത് ഇങ്ങനെ ക്ലാസ് എഴുതി വിടുകയൊക്കെ ചെയ്യുമ്പോ നമ്മളൊന്നും കൂടി എനിക്ക് പറയാനുള്ളത്, അതായത് ഞാൻ ഇപ്പൊ റിവൈസ് ചെയ്താലും പാഠം ഒന്നേന്ന് എടുക്കും, ആ പാഠം എടുത്തതുപോലെ ആവില്ല. എനിക്ക് പറയാനുള്ളത് ആ പാഠം തന്നെ നിങ്ങൾ കേൾക്കണം. ഒഴിഞ്ഞിരുന്ന് കേട്ടിട്ട് തന്നെ മനസ്സിലാക്കണം. കേൾക്കണം. അങ്ങനെ എല്ലാവരോടും പറയാനുള്ളത്, പാഠം റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് യൂട്യൂബിൽ സ്പീഡ് കൂട്ടി വെക്കാൻ ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും ക്ലിയർ തോന്നുന്നു, വീണ്ടും വേണമെങ്കിൽ, അല്ലെ ഞാൻ പറയാം, ഒരു പ്രാവശ്യം കേട്ടാൽ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ആദ്യം കേൾക്കുന്ന ആള് ഫുള്ള് സാധാരണ രീതിയിൽ തന്നെ കേട്ടേ പറ്റും. രണ്ടാമത് അവിടെ യൂട്യൂബിൽ താഴെ ഒരു റൗണ്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് കാണിക്കും. സ്പീഡ് കാണിക്കുമ്പോൾ 1.25, 1.5, 1.2 വരെ പോകും, ഡബിൾ സ്പീഡ് വരെ പോകും. അറിയില്ലെങ്കിൽ ഈ ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം നമ്മൾ ചെറിയ കുട്ടികളുണ്ടാവും വീട്ടിൽ, അവിടെ ചോദിച്ചാൽ. അത് ശരിയാ. എനിക്കും അറിയില്ല എങ്ങനെ പറഞ്ഞു തരാന്നുള്ളത്. ഞാൻ ചിലപ്പോൾ മീഡിയ ഉള്ളിൽ വാർത്തയൊക്കെ കണ്ടിട്ടിരിക്കുമ്പോഴത്തേക്കും പഴയ വാർത്ത എടുക്കും. പഴയ വാർത്ത എടുത്ത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞു. പുതിയ വാർത്തയാണെങ്കിൽ അതേ സ്പീഡിലേക്ക് പോകും. അപ്പൊ അരമണിക്കൂർ മുമ്പുള്ള വാർത്ത എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ നമ്മൾ ഡബിൾ സ്പീഡിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്തെടുത്ത് താഴെ ഒരു എന്തോ സംഭവം കാണിക്കും, സെറ്റിങ്സിന്റെ അവിടെ സെറ്റപ്പ് എന്തോ സംഭവം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കാണിക്കും. സ്പീഡ് കാണിക്കുമ്പോഴത്തേക്ക് ചെയ്യാം 1.25, 1.5 അങ്ങനെ വെക്കാം. അപ്പൊ കൈ ഒടിഞ്ഞാന്റെ പേരെന്താണ്? ഷാനിദ. ഷാനിദ.
ഒരു ഡൗട്ട് ഷാനിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ ക്ലാസ് ഒന്നേന്ന് കേട്ടേ പറ്റും. അത് കേക്കാം ഇൻഷാല്ലാ. പിന്നെ ഈ എഴുതേണ്ടത് ഞാൻ വോയിസ് ആക്കി വിട്ടാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായത് എനിക്ക് എഴുതണമെങ്കിൽ കുറച്ച് കാലം എനിക്ക് സംഭവം ശരിയാണ്. നിങ്ങൾ ഷഫിലായി വിളിക്കുന്നതാണ് നല്ലത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ഷഫിലായി വിളിക്കുക. ഷഫില ടീച്ചർ നമ്പർ ഇതിൽ ഷഫിലയുടെ വോയിസ് ആണല്ലോ ഇടുന്നത്. അറിയാം, ഞാൻ വിളിക്കാറുണ്ട്. ഷഫില വിളിച്ചാൽ ക്ലിയർ ആക്കി തരും. ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായിട്ട് പഠിപ്പിക്കാൻ ഷഫിലാക്ക് പറ്റും. പിന്നെ ഷഫില വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ മൈൻഡിൽ വെച്ചിട്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്കറിയാം എന്റെ പാഠം എന്താ. നിങ്ങൾ അത് ആ സ്ഥലത്ത് ഇരിക്കുമ്പോഴേ അറിയാൻ പറ്റും. ക്ലാസ് എടുക്കുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും വരാതെ വേറൊരാൾ കേൾക്കാൻ പോവുകയാണ്, അത് മിസ്റ്റേക്ക് ഒന്നും വരാതെ വോയിസ് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത്തിരി സ്പീഡ് പോയി. അത്രേ ഉള്ളൂ. സ്പീഡൊക്കെ കുറച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ല. അപ്പോ അത് വേഗം പറഞ്ഞു പോവുകയും ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ഖുർആൻ വെച്ചുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങളും അതേപോലെ വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ സ്പീഡ് കുറച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. ചിലപ്പോൾ ഷഫില സ്പീഡ് കുറച്ചാൽ ഞങ്ങൾക്ക് ആരോഗ്യമായിരുന്നു. അതങ്ങനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു വാക്ക് നിങ്ങൾ മനസ്സിൽ തറയ്ക്കാൻ വേണ്ടി ഞാൻ പണ്ടേ പോലെ അങ്ങനെയാണ് പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ പൊട്ടത്തനായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അത് ഉപകാരമുണ്ട്. അപ്പൊ അതേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ വീണ്ടും റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ വീണ്ടും റിവൈസ് ചെയ്യാൻ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മൾ ഒരുപാട് റിവിഷൻ നടക്കുന്നുണ്ട് ഇതിൽ. അതായത് പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ എന്താണ് സമ്മറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എക്സസൈസ് വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒക്കെ റിവിഷനാണ് ശരിക്കും നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് എന്ന് തരുന്നുണ്ട്. പിന്നെ ഈ വോയിസ് ക്ലിപ്പ് എന്ന ഷഫില ടീച്ചറാണ്. ഷഫില ടീച്ചർ ആർക്കും വേണമെങ്കിലും വിളിക്കാം. അവര് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അറബി ലാംഗ്വേജിൽ. നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഇതാണ്, മദീന അറബിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ഡോസ് കൊടുത്തതാണ്. എന്നാൽ പിന്നെ ഞാൻ അടുത്ത പാഠങ്ങളിലെല്ലാം റിവിഷൻ കൊടുത്താണ്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആളെ പെർമനന്റ് ആക്കി. ശരി, അദ്ദർസുൽ ഹാദിയ അശർ, പാഠം 11th ലെസൺ എന്നാണ് അതിന്റെ അർത്ഥം. പാഠം 11 മലയാളത്തിൽ പറഞ്ഞാൽ ഫിൽ ഹാഫിലത്തിൻ. ഹാഫിലത്തിൻ എന്താണ്? ഹാഫിലത്തിൻ ബസ്. ബസ്. ബാസ് എന്ന് പുതിയ ലാംഗ്വേജിലും പറയും. അറബിമേലാണ് അല്ല, അറബിമേലാണെന്നല്ല പറയുന്നത്, ഇംഗ്ലീഷിനെ അറബി വരും. ഇംഗ്ലീഷ് അറബി ആക്കി ബാസ് എന്നും പറയും. ഹാഫിലത്ത് എന്നാണ് ശരിക്കുമുള്ള വാക്ക്. പിന്നെ സെയ്യാറ എന്ന് പറയും. സെയ്യാറ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാത്തിനും വണ്ടി എന്ന്, സൈക്കിളായിരുന്നാലും വണ്ടി തന്നെ, കാറായിരുന്നാലും വണ്ടി തന്നെ. പക്ഷെ സെയ്യാറത്തിന് പിന്നെ ട്രെയിനിന് സെയ്യാറത്ത് എന്ന് പറയും. അത് കിത്താറെന്ന് തന്നെ പറയും. അതേപോലെ ട്രെയിലർ വരെയും സെയ്യാറ തന്നെയാണ്. വണ്ടി, വാഹനം, വണ്ടി എന്നാണ്. പിന്നെ ഓരോന്നിനും ഹാഫിലത്ത്, സെയ്യാറത്ത്, കാറ്, ഹാഫിലത്ത്, സെയ്യാറ വണ്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ പർട്ടിക്കുലർലി സെയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ഹാഫിലത്തിന് യാത്ര ചെയ്തൂന്നില്ലേ സയ്യാറ? സെയ്യാറ യാത്ര ചെയ്തു എന്നല്ല. ഖുർആനിൽ സെയ്യാറ കണ്ടിടാറുണ്ട്? ആരുമില്ല. ഖുർആനിൽ ആരും സെയ്യാറ കണ്ടില്ല. ജാഅത് സയ്യാറത്തുൻ ഫാർസലു വാരിദഹും യൂസുഫ് സൂറത്ത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ പറയുന്നത് സയ്യാറത്തുൻ. അല്ലാതെയും സയ്യാറത്തുണ്ട്. മതാഅൻ ലക്കും വലി സയ്യാറ, മതാഅൻ ലക്കും വലി സയ്യാറ. അപ്പൊ എന്താണ് മതാഅൻ ലക്കും വലി സയ്യാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിനും. ജാഅത്ത് സയ്യാറത്തിന് എന്ന് പറഞ്ഞത് കാർ വന്ന കാര്യമല്ല പറയുന്നത്. അവിടെ മതാഅൻ ലക്കും വലി സയ്യാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങൾക്കും എന്നർത്ഥത്തിൽ. അതേസമയം ജാഅത്ത് സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ സാർത്ഥവാഹക സംഘം, കച്ചവട സംഘം, യാത്രാ സംഘം എന്ന അർത്ഥത്തിൽ സയ്യാറത്ത്. ഓക്കെ. പിന്നെ വിമാനത്തിന്
തായിറത്താണ്, അല്ലെങ്കിൽ സയ്യാറ എന്ന് പറയും. അതിന് സയ്യാറ ഉപയോഗിക്കില്ല. തറയിൽ കൂടെ പോകുന്ന എല്ലാത്തിനും സയ്യാറ കോമൺ ആയിട്ട് ഉപയോഗിക്കും, വണ്ടി എന്ന അർത്ഥത്തിൽ. ട്രെയിൻ ആകുമ്പോൾ ഖിത്താറ്, ഫ്ലൈറ്റ് ആകുമ്പോൾ തായിറത്തുൻ അല്ലെങ്കിൽ സയ്യാറത്തുൻ. അല്ലവൽ, അല്ലവൽ മീൻസ് ഒന്നാമത്തെ ആൾ. ഇവിടെ സംഭാഷണം ആയതുകൊണ്ട് അല്ലവൽ ഒന്നാമത്തെ ആൾ. അല്ലവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് എന്നർത്ഥമാണ്. ഒന്നാമത്തേത്, അല്ലവൽ ഒന്നാമത്തേത്. അപ്പൊ ഇവിടെ അല്ലവൽ എന്നത് ഒന്നാമത്തേത് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുദക്കറാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ. പുല്ലിംഗം. മെയില്, പുല്ലിംഗം. പുല്ലിംഗം. അതൊന്നും ശ്രദ്ധിക്കുക, കാരണം അടുത്ത പാഠത്തില് വേറെ വരുന്നുണ്ട്, ഇതിന്റെ അന്നസിന്റെ ഉപയോഗം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അല്ല അവൽ ഒന്നാമത്തെ ആള്. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു. അയ്സാനി സെക്കൻഡ് പേഴ്സൺ, രണ്ടാമത്തെ ആള്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, സലാം അലൈക്കും. അല്ലവൽ ഒന്നാമത്തെ ആള്. മസ്മുക യാ അഖി, മസ്മുക യാ അഖി. അപ്പോ പേര് ചോദിക്കുന്നതിന്റെ ഒരു മാന്യമായ രീതിയാണ്. പേര് ചോദിക്കുന്നതിന്റെ മാന്യമായ രീതിയാണ്. മസ്മുക്കൽ കരീം എന്ന് ചില ആൾക്കാർ ചോദിക്കും. മസ്മുക്കൽ കരീം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ വാട്ട്സ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിക്കുന്ന പോലെ. വാട്ട്സ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിക്കുന്ന പോലെ മസ്മുക്കൽ കരീം. ഇവിടെ വാട്ട്സ് യുവർ നെയിം ബ്രദർ, മസ്മുക യാ അഖി. അതൊരു സാധാരണ മാന്യമായ രീതിയാണ്. അല്ല അവിടെ മസ്മുക്ക എന്ന് ചോദിക്കാൻ പറ്റില്ല. മസ്മുക്ക എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? പേരെന്തുവാ, അത് എന്താണോ പേര് എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അത് റൂഡ് സംഭവമാണ്. അതെന്താണ്? ഒരു പരുഷമായ പരിക്കൻ രീതിയാണ്. അത് ചോദിക്കേണ്ട സ്ഥലത്ത് അങ്ങനെ ചോദിക്കാം. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ചെന്നു, ഡോക്ടർ പേഷ്യന്റിന് ചോദിക്കും മസ്മുക്ക് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതുപോലെ മുതിർന്നയാൾ സബോർഡിനേറ്റഡ് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാം. സാധാരണഗതിയിൽ സംഭാഷണത്തിൽ മസ്മുക്ക എന്നല്ല ചോദിക്കുന്നത്, അതിനോട് ഒരു പൊളൈറ്റ് വാക്ക് കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അസാനി ഈസ്മി അബ്ദുള്ള. അപ്പൊ നമുക്ക് പേര് ചോദിക്കാനും പറയാനുള്ള സംഭവം ഇതിലൂടെ കിട്ടണം. ഇസ്മി അബ്ദുള്ള, മൈ നെയിം ഈസ് അബ്ദുള്ള. വമസ്മുക് ആൻഡ് വാട്ട് ഈസ് യുവേഴ്സ്. അപ്പൊ തിരിച്ചു ചോദിക്കുമ്പോൾ എന്താണ്? തിരിച്ചു ചോദിക്കുമ്പോൾ അവിടെ ഈ മസ്മുക് യാ അഖി എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് എന്തായി പോകും, ഒരു അനുചിതം പോലെ ആയി പോകും. മസ്മുക്ക് എന്ന് മാത്രം മതി അവിടെ. മസ്മുക്ക് യാ അഖി എന്ന് രണ്ടാമത് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഒരു ഇതായി പോകും. അപ്പൊ എന്ത് ചെയ്തു? ഇസ്മി അബ്ദുള്ള, എന്റെ പേര് അബ്ദുള്ള എന്നാണ്. വ മസ്മുക്, വ മസ്മുക് ആൻഡ് വാട്ട് ഈസ് യുവേഴ്സ്. അല്ലവൽ ഇസ്മി ഫൈസലുൻ, ഇസ്മി ഫൈസലുൻ. ഒന്നാമത്തെ ആൾ പറഞ്ഞു മൈ നെയിം ഈസ് ഫൈസൽ. അതാലിബുൻ അൻത യാ അബ്ദല്ലാഹി, അതാലിബുൻ അൻത യാ അബ്ദല്ലാഹി. നമ്മൾ നേരത്തെ പഠിച്ചു. യാ ചേർത്തിട്ട് ഒരു പദമാണെങ്കിൽ യാ അഹ്മദു, യാ മുഹമ്മദു എന്നാണ് പറയുക. അതേസമയം രണ്ട് പദങ്ങൾ ചേർന്ന പദമാണെങ്കിൽ മിക്കവാറും അത് ഒന്ന് രണ്ടാമത്തേലേക്ക് ഇലാവത്ത് ചെയ്തായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ടാമത്തേലേക്ക് ഇലാവത്ത് ചെയ്താണെങ്കിൽ ആദ്യത്തിന് ഫത്ഹ കൊടുത്താണ് പറയുന്നത്. യാ അബ്ദല്ലാഹി. അൻത താലിബുൻ, താലിബുൻ അൻത യാ അബ്ദല്ലാഹി. അബ്ദുള്ള, ആർ യു എ സ്റ്റുഡന്റ്? താലിബുൻ, ആർ യു എ സ്റ്റുഡന്റ്? അബ്ദുള്ള, അബ്ദുള്ള. ഞാൻ അപ്പൊ നേരത്തെ നമുക്കറിയാം, ചോദ്യം ചോദിച്ച് പോസിറ്റീവ് ആരാണ് ചോദിക്കുന്നതെങ്കിൽ ആണെങ്കിൽ ഞാൻ എന്നാ പറയുക. ആ താലിബുൻ ഞാൻ ഫൈസൽ. ഐന തദ്റുസു യാ അഖി, ഐന തദ്റുസു യാ അഖി. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം
തികച്ചും വ്യത്യസ്തമാണ്. നേരത്തെ അപ്പോഴുള്ള പാഠം പഠിക്കാത്തവർക്കും ഈ പാഠങ്ങളൊക്കെ പഠിക്കാം. എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സംഗതി അതാണ്. അല്ലെങ്കിൽ ഇത് നേരത്തെ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മറിച്ച് മറ്റേതിലേക്കൊക്കെ പോയാൽ ബാക്കിയുള്ളവർക്ക് ബോറടിക്കും, അപ്പൊ എനിക്കും ബോറടിക്കും, പാഠവും നീങ്ങില്ല. ഫൈസൽ അയിന തദ്റുസു യാ അഖി. അപ്പോ തദ്റുസു എല്ലാരും അണ്ടർസ്റ്റാൻഡ് വരാൻ ഉള്ളവരല്ലേ? അണ്ടർസ്റ്റാൻഡ് ഉള്ളവർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അണ്ടർസ്റ്റാൻഡ് ഉള്ള പഠിക്കാത്ത? എന്താ സാജിദ, അബ്ദുറഹ്മാൻ, PP, അലിമോൻ, EV അബ്ദുൾ റഷീദ്, സബിൻ, ഖലീല, ഷാനിദ, എല്ലാരും അണ്ടർസ്റ്റാൻഡ് വരാൻ പഠിക്കുക. അപ്പൊ നമുക്കറിയാം ഹുവ യദ്റുസു, അവൻ പഠിക്കുന്നു. അൻത തദ്റുസു, നീ പഠിക്കുന്നു. ദറസ, അവൻ പഠിച്ചു. ദാരിസുൻ, പഠിക്കുന്നവൻ. തദ്റുസു, നീ പഠിക്കുന്നു. അയിന തദ്റുസു യാ അഖി, where are you studying my brother? യാ അഖി, my brother. അയിന തദ്റുസു, അയിന എവിടെ, തദ്റുസു നീ പഠിക്കുന്നു. അദ്റുസു ബി ജാമിഅത്തി റിയാദ്, അദ്റുസു ബി ജാമിഅത്തി റിയാദ്. അപ്പൊ എവിടെ വെച്ചാ സംഭാഷണം നടക്കുന്നത്? ഹാഫിലത്തി, ബസ്സിനകത്ത് വെച്ച സംഭാഷണം നടക്കും. അപ്പൊ അയാൾ ചോദിക്കുകയാണ് അയിന തദ്റുസു യാ അഖി, where are you studying my brother? അബ്ദുള്ള അദ്റുസു ബി ജാമിഅത്തി റിയാദ്. അദ്റുസു ബി അറ്റ് വരാൻ വേണ്ടി എന്താ? ബി. ഞാൻ സ്റ്റഡിങ് ഇൻ ദ യൂണിവേഴ്സിറ്റി, നമ്മൾ ഇൻ ദ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ ബി ചേർത്തിട്ടാ പറയാം. ബി ജാമിഅത്തി റിയാദ്, ഐ ആം സ്റ്റഡിങ് ഇൻ ദ റിയാദ് യൂണിവേഴ്സിറ്റി. ജാമിഅത്തി റിയാദ്, ബി ജാമിഅത്തി റിയാദ്. ഞാൻ റിയാദ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഫൈസൽ ഫി അയ്യി കുല്ലിയത്തിൻ തദ്റുസു. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ ജാമ്യയുടെ അകത്താണെങ്കിൽ കുല്ലിയത്ത് ഫാക്കൽറ്റി. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജാമ്യയുടെ അകത്താണ്. ജാമ്യ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നമുക്കറിയാം. നമ്മൾ ജാമ്യ ഉണ്ടല്ലോ ഇവിടെ, ജാമ്യല്ലേ? ജാമ്യ ഇന്ത്യയൊക്കെ ഉണ്ട്. അപ്പോ അതെന്താണ്? ഒറ്റ ക്യാമ്പസ് ആണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഓരോ ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഫാക്കൽറ്റീസ് സെപ്പറേറ്റ് ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ജാമ്യ ഒരു ക്യാമ്പസിലായിരിക്കും, ഒരു ഫാക്കൽറ്റി ഒരു സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ഫാക്കൽറ്റീസ് മാത്രം ഒരു സ്ഥലത്തായിരിക്കും. ജാമ്യയിലെല്ലാം അതിൽ വരില്ല. ജാമ്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരിക്കും, ബാക്കിയുള്ള വേറെ ആയിരിക്കും. അങ്ങനെ വരുന്നിടത്താണ് നമ്മൾ കോളേജ് എന്ന് പറയുന്നത്. നമ്മുടെ കോളേജ് എന്ന് പറയും. അത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്താണ് എല്ലാമെങ്കിൽ ആ കോളേജിനാണ് എന്ത് പറയുന്നത്? ഫാക്കൽറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ കുല്ലിയത്ത് നമ്മൾ സെപ്പറേറ്റ് ആണെങ്കിൽ കുല്ലിയത്ത് നമുക്ക് കോളേജ് എന്ന് പറയേണ്ടി വരും. കുല്ലിയത്ത് ജാമ്യയുടെ അകത്തുള്ള കുല്ലിയാണെങ്കിൽ ഫാക്കൽറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് പറഞ്ഞത് അദ്റുസു ബി ജാമിഅത്തി റിയാദ്, ഞാൻ റിയാദ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഈ അയ്യി കുല്ലിയത്തിൻ, അടുത്ത ക്വസ്റ്റ്യൻ, ഈ അയ്യി കുല്ലിയത്തിൻ ഇൻ വിച്ച് ഫാക്കൽറ്റി. അപ്പൊ കുല്ലിയത്ത് എന്താണ്? ഫാക്കൽറ്റിയാണ്. ഈ അയ്യി കുല്ലിയത്തിൻ, അയ്യിന്റെ ശേഷം വരുന്ന എന്തായിരിക്കും? ഉള്ളതായിരിക്കും. ഫി അയ്യി കുല്ലിയത്തിൻ, ഫി വന്നുകൊണ്ട് അയ്യിന് കസർ വന്നു, അയ്യു വന്നുകൊണ്ട് കുല്ലിയത്തിന് കസർ. ഫി അയ്യി കുല്ലിയത്തിൻ തദ്റുസു, നീ ഏത് ഫാക്കൽറ്റിയിലാണ് പഠിക്കുന്നത്? അപ്പൊ തദ്റുസു നീ പഠിക്കുന്നു, നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. അത് നിങ്ങൾ ഒരുപാട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടാ, ഞങ്ങൾ അവിടം വരെ എത്തിയില്ല. നിങ്ങൾ പഠിക്കുമ്പോ പുസ്തകം നോക്കാൻ പാടില്ല. ഞാൻ പുസ്തകം ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, ഈ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്, ഈ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. അല്ല,
നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ വേറെ ഏതെങ്കിലും പുസ്തകമാണ് ഇരിക്കുന്നതെങ്കിൽ ഏത് പുസ്തകം ഇരിക്കുന്നത് അത് എന്തെങ്കിലും ചോദിച്ചാൽ അത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാം തുറന്നു. ഞാൻ ഇത് നോക്കിയല്ല പഠിപ്പിക്കുന്നത്, സ്ക്രീനിൽ നോക്കിയ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് വേണം? സ്ക്രീനിലേ നോക്കാവൂ. നോ പെൻ, നോ നോട്ട്, നത്തിങ്. കാരണം അല്ല പറഞ്ഞു ഒരാൾക്ക് രണ്ട് കൽബില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗുരുവിനും ശിഷ്യനും മധ്യേ പുസ്തകം ഗുരുതരമായ തടസ്സം. അതിനാണ് നമ്മളെല്ലാം പുസ്തകം അതിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്നത്. ബാക്കിൽ നോക്കിയിട്ട് ബാക്കി നോക്കിയില്ല വായിക്കും. ഫ്രണ്ടില് ഒന്ന് തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഞാനെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ വെച്ച് വായിച്ച് പഠിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ പുസ്തകത്ത് വെച്ച് വായിച്ച് പഠിപ്പിക്കുമല്ലോ, അതെന്തല്ല, ശരിയല്ല. ടെക്സ്റ്റ് വായിച്ച് പഠിപ്പിക്കണമെങ്കിൽ പിന്നെ അങ്ങനെ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ അതിനും പുതിയ മെത്തേഡുകൾ കണ്ടെത്തണം. അപ്പോ പഠിപ്പിക്കുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്ക്രീനിൽ നോക്കണം. അദ്രസു ബിജാമത്തിൽ അദ്രസു, ഏത് ഫാക്കൽറ്റിയിലാണ് നീ പഠിക്കുന്നത്? അബ്ദുള്ള എന്ന് പറയുമ്പോൾ കാല അബ്ദുള്ള പറഞ്ഞു അദ്രസു. അതിനെ തദ്രസു എന്ന് ചോദിച്ചപ്പോ അബ്ദുള്ള അദ്രസു എന്ന് പറഞ്ഞു. അത് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞു തദ്രസു നീ പഠിക്കുന്നു, അദ്രസു ഞാൻ പഠിക്കും, അദ്രസു ഞാൻ പഠിക്കും. അപ്പൊ ദറസയാണ് അതിന്റെ പാസ്റ്റ് ടെൻസ്, അതിന്റെ അപൂർണ ക്രിയയാണ് ദുറുസു. അത് നസറ ഗ്രൂപ്പിലുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സെയിം ടൈമില് നിങ്ങൾ വർക്ക് എഴുതി പോവുകയാണെങ്കിൽ കുറച്ച് വർക്ക് എളുപ്പമായിരിക്കും. സെയിം ടൈം തന്നെ പഠിക്കുമ്പോൾ തന്നെ വർക്ക് എഴുതി പോയാൽ എന്ത് ചെയ്യാം? നല്ല നോട്ട്ബുക്ക് ആദ്യം വാങ്ങിക്കുക. ലൈഫ് ലോങ് കീപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള നല്ല ഒരു ബുക്ക് വാങ്ങി വയ്ക്കണം. പലതരത്തിലുള്ള ബുക്കുകൾ, ഡയറികളൊക്കെ കിട്ടുമല്ലോ. എന്ത് ചെയ്യണം? നല്ലൊരു ഡയറി വാങ്ങിക്കണം, ഗോൾഡൻ ഡയറി. ഇപ്പൊ നിങ്ങളുടെ പഠനം ഗോൾഡൻ ലേണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഗോൾഡൻ ഡയറി വാങ്ങിക്കുക. അതിനകത്ത് നിങ്ങൾ വെർബുകൾ എഴുതി വെക്കുമ്പോൾ എന്ത് ചെയ്യുക? വെർബുകളുടെ ബാബ് അനുസരിച്ച് എഴുതി വെക്കും. ക്രിയകളുടെ ബാബുണ്ട്, 17 ബാബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചവരാണെങ്കിൽ 17 ബാബുകൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പഠിക്കും. 17 ബാബും നിങ്ങളെ നോട്ട്ബുക്കിൽ 17 സ്ഥലത്ത് എഴുതി വയ്ക്കണം. അതിനടുത്ത് കുറച്ച് സ്ഥലം വേണം, 1-2 പേജ് അവിടേക്ക് വിട്ടേക്കണം. ഓരോ ബാബിന്റെ ഇടയിൽ 1-2 പേജ് വിട്ടേക്കണം. ഒരു എന്തായാലും ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു പേജ് എന്തെങ്കിലും വേണം. നിങ്ങളൊരു ഡയറി എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ അതിന്റെ മെയിൻ എഴുതി വിചാരിച്ചു അതിന്റെ ഇപ്പുറത്തെ എന്തായാലും ചെയ്യും. പിന്നെ 1-2 പേജ് വിട്ടിരുന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു പിന്നീട് എപ്പോഴും മെസ്സേജ് ഇല്ല, ഇതിന്ന് മനസ്സിലാക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു ബാബിൽപ്പെട്ട ക്രിയയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അപ്പോ ആ ബാബിൽ ഇപ്പൊ ദറസ യദുറുസു ലമ്മുള്ള, മറ്റൊരു ലമ്മുള്ള ദറസ യദുറുസു എന്ന് പറയുമ്പോൾ നസറ യൻസുറു പഠിച്ചിട്ടുണ്ട്. നസറ യൻസുറു ബാബിൽപ്പെട്ടതാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ക്രിയകളൊക്കെ അതിനടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ കുറെ ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ അന്ന് പോലെ പഠിച്ചത് എല്ലാം എഴുതി കളക്ട് ചെയ്ത് എഴുതണമെന്ന് പറഞ്ഞാൽ ചില ബുദ്ധിമുട്ട്. ഓക്കെ, അദ്റുസു ഞാൻ പഠിക്കുന്നു ബി ജാമിയത്ത് റിയാദ് യൂണിവേഴ്സിറ്റിയിലെ ഫി അഞ്ച് കുല്ലിയത്തിൽ ഏത് ഫാക്കൽറ്റിയിലാണ് താങ്കൾ പഠിക്കുന്നത്? അദ്റുസു ഫി കുല്ലിയത്തിൽ ഹന്തസത്ത്. അപ്പോ ഹന്തസത്ത്, മുഹന്ദിസിനെ കേട്ടിട്ടുണ്ടോ? മുഹന്ദിസ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്, ഒന്നാമത്തെ സെമസ്റ്ററിൽ. മുഹന്ദിസ് എഞ്ചിനീയർ, ഹന്തസത്ത് എഞ്ചിനീയറിംഗ്. ഞാൻ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയിലാണ് പഠിക്കുന്നത്. ഐ ആം സ്റ്റഡിയിങ് ഇൻ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്. ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ
ഈ കുല്ലിയത്ത് പുറത്താണെങ്കിൽ എന്ത് പറയും? സലീം എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. ഫൈസൽ ഫി അയ്യി സനത്തിൻ തദ്റുസു, ഫി അയ്യി സനത്തിൻ തദ്റുസു. അയ്യി സനത്തിൻ ഏത് വർഷത്തിലാണ്? സനത്തിൻ വർഷം, സനത്തിൻ വർഷം, അതിന്റെ ബഹുവചനമാണ് സിനീന. സിനീന, സിനീന. സിനീന കേട്ടിട്ടില്ലേ? സിനീനല്ലേ? തസ്റഊന സബഅ സിനീന ദഅബ. എന്താർത്ഥം? നേരത്തെ യൂസുഫിനോട് ജാത് സയ്യാറത്ത് പറഞ്ഞപ്പോൾ യൂസുഫിനോട് ചരിത്രമൊക്കെ ഓർമ്മ ഉണ്ടാകുന്നുണ്ട് നമുക്ക്. 7 വർഷം. 7 വർഷം കണ്ടിന്യൂസ്. ദഅബൻ സബഅ സിനീന. സനത്തിന്റെ ബഹുവചനം സിനീൻ. സംശയം, നമ്മള് കുട്ടികളോട് ഇപ്പൊ അയ്യ സനത്തിൻ അല്ല അയ്യ ഫസലിൻ എന്നാണ് ശരിക്കുള്ള പ്രയോഗം ചോദിക്കുമ്പോൾ. ഫസില് വേറെ, സനത്ത് വേറെ. അപ്പൊ നമ്മള് അദ്റുസുഫി കുല്ലിയത്തിൽ ഹന്തസത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ ഏത് ക്ലാസ്സിലാണെന്നോ കറക്റ്റ് ചോദ്യം? എന്താ അടുത്ത ചോദ്യം? ഇപ്പൊ ഹയർ സ്റ്റഡി ആവുമ്പോ സനത്ത് ചോദിക്കും. പിന്നെ അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? ഹയർ ആണെങ്കിൽ ലോവർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിൽ പിന്നെ ക്ലാസ് അല്ല ഉള്ളത്, അത് സെമസ്റ്ററോ പിന്നെ ഇയറോ ആണുള്ളത്. സ്കൂളിലാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ഓക്കെ. ഞാൻ സ്കൂളിലപ്പോ ഫസല് ചോദിക്കല്ലേ ചെറിയ കുട്ടികൾ? എങ്ങനെ? അതെ, സ്കൂളിലാണ് ഈ ഫസിൽ. കോളേജിൽ ചെല്ലുമ്പോൾ ഫസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അദ്രസു അപ്പൊ ഈ അയ്യി സനത്തിൻ ഏത് വർഷത്തിലാണ് നീ പഠിക്കുന്നത്? ഈ അയ്യി സനത്തിൻ തദ്റുസു. അപ്പൊ ഇവിടെയൊക്കെ എന്തുണ്ട്? അദ്റുസും തദ്റുസും ആണ് ഉള്ളത്. അബ്ദുള്ള, അദ്റുസു ഫി സനത്തി സാനിയത്തി. അസ്സനത്തു, സനത്തിൻ എന്നത് സ്ത്രീലിംഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. അതായത് ഏത് പദമാണ് ഈ ചിലപ്പോൾ താ വരുന്ന പദം ഉണ്ടല്ലോ, ഈ താ വരുന്ന പദം എപ്പോഴും ഡിറ്റാച്ചബിൾ ആയിരിക്കില്ല, അത് മാറ്റാവുന്നതായിരിക്കില്ല. അപ്പൊ മുസ്ലിമത്തുൻ എന്നത് എന്താണ്? മുസ്ലിമുൻ എന്ന പദത്തിൽ നിന്നും ഉണ്ടാക്കുന്ന പദമാണ് മുസ്ലിമത്ത്. അതേസമയം സയ്യാറത്തുൻ എന്നത് സയ്യാറിന് എന്ന് പറയാൻ പറ്റില്ല, സയ്യാറത്തിനാണ്. ഇതേപോലെ സനത്തുൻ എന്നുള്ളത് സനത്തിനാണ്, സനിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സനത്തുൻ എന്നതിന്റെ വിശേഷണം പറയുമ്പോ അതിന്റെ വിശേഷണം സ്ത്രീലിംഗമായിരിക്കും. അപ്പൊ അദ്റുസു ഫി സനതി അസ്സാനിയത്തി. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അവ്വല് സാനി സാലിസ് എന്നൊക്കെ പറയുന്ന അതെന്താണ്? അത് ഓർഡിനൽ കൗണ്ടിങ് വിശേഷണമായിട്ടായിരിക്കും വരിക. അപ്പൊ സനത്ത് എന്താണ്? സനത്തിന്റെ വിശേഷണമാണ് സാനിയത്ത്. സനത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സാനിയത്ത് എന്ന് പറഞ്ഞു. നമ്മൾ ദർസ് പറയുമ്പോ അദ്ദർസുൽ അവ്വൽ, അദ്ദർസു സാനി എന്നാണ്. സനത്ത് പറയുമ്പോ അസ്സനത്തുൽ ഊല, അസ്സനത്തു സാനിയത്ത്. ഇവിടെ അദ്റുസു ഫി സനത്തി സാനിയത്തി, ഞാൻ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. താരിഫുൽ മുഹന്ദിസ സൽമാന, താരിഫു കേട്ടോ. അപ്പം മധ്യത്ത് കെസറുള്ള
അബൂന്നൊക്കെ കെസ്സുള്ള പദമാണ് പഠിച്ചത്. ضرب അപ്പൊ നമ്മള് അതിന്റെ മാവിയും കൂടെ നോക്കണം. അറഫ അവൻ അറിഞ്ഞു. യരിഫു മധ്യത്തിൽ കെസ്സലാണ്. അപ്പൊ നിങ്ങള് ഗോൾഡൻ ഡയറിയിൽ വേറെ സ്ഥലത്ത് എഴുതി വെക്കണം. യരിബു ഗ്രൂപ്പിൽ പെട്ടതാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആൻ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ആ ലെവലിൽ എഴുതി വെക്കണം. നസറ എൻസുറൂവിൽ വരുന്ന ക്രിയകളെല്ലാം ഒരു ഭാഗത്ത്, യരിബുൽ വരുന്ന എല്ലാം വേറൊരു ഭാഗത്ത്, അതേപോലെ ഫതഹ യഫ്തഹ് വരുന്ന വേറെ ഭാഗത്ത്, സമയ യസ്ന വരുന്ന വേറെ ഭാഗത്ത്. അങ്ങനെ രീതിയിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. പിന്നീട് നമ്മൾ അതിന്റെ റൂട്ട് വേർഡ് പഠിക്കും, അഥവാ ഇൻഫിനിറ്റീവ് വേർഡ്, റൂട്ട് വേർഡ് അല്ലെങ്കിൽ മസ്തർ പഠിക്കും. അപ്പൊ അതും നിങ്ങൾക്ക് വേറെ എഴുതി വെക്കാൻ പറ്റും. അത് അവിടെ തന്നെ വേണം എഴുതി വെക്കാൻ. അപ്പൊ ആ ക്രിയകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അതൊക്കെ ആ 1-2 പേജിൽ എഴുതി വെക്കാം. ആ താരിഫുൽ മുഹന്ദിസ സൽമാന, ഇവിടെ ആ താരിഫു ഡു യു നോ. അപ്പൊ അറഫ അവൻ അറിഞ്ഞു, താരിഫു നീ അറിയുന്നു, ആ താരിഫു നീ അറിയുമോ, അൽ മുഹന്ദിസ എഞ്ചിനീയറെ, ആ താരിഫുൽ മുഹന്ദിസ എഞ്ചിനീയറെ നീ അറിയുമോ. ഏത് എഞ്ചിനീയർ ആണ് എന്നതാണ് അയാളുടെ പേര്, സൽമാന്. അപ്പൊ ആ താരിഫുൽ മുഹന്ദിസ, താരിഫു എന്നതിന്റെ ഒബ്ജക്റ്റ് വേണമല്ലോ. നമ്മൾ മുമ്പ് ഒബ്ജക്റ്റിനെ പറഞ്ഞായിരുന്നു. ആ താരിഫു നീ അറിയുമോ, ആരെ അറിയുമോ, അൽ മുഹന്ദിസ. മുഹന്ദിസിന് നമ്മൾ 10 കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു ഒബ്ജക്റ്റിന്. അപ്പൊ മുഹന്ദിസിനെ അറിയുമോ എന്ന് ചോദിച്ചു. പിന്നീട് പറയുന്നത്, അപ്പോ അയാളുടെ ടൈറ്റിൽ പറയുമ്പോൾ ആ ടൈറ്റിലാണ് ഒന്നാമത്തെ പദം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അയാളുടെ പേര് പറയുമ്പോൾ പേരെന്തായിരിക്കും, അതിന്റെ ബദലായിരിക്കും, ബദല്. അപ്പൊ അതിനും അതേ അടയാളം തന്നെ കൊടുക്കണം. അതാരിഫുൽ മുഹന്ദിസ സൽമാന, അതാരിഫു ദക്തൂറ ഹാമിദ, അങ്ങനെ വരും. അതാരിഫുൽ മുഹന്ദിസ സൽമാന. അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ എഞ്ചിനീയർ സൽമാനെ നീ അറിയുമോ എന്നാണ്. അബ്ദുള്ള തബഅൻ, തബഅൻ എന്ന് പറഞ്ഞാൽ ആ തീർച്ചയായും എന്ന്, ഓഫ് കോഴ്സ് എന്ന അർത്ഥമാണ്. പിന്നെ അറിയില്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് തബഅൻ എന്ന്. എന്താണ് ശരിക്കും ഒരു യൂസേജ് ആണ്, അങ്ങനെ ഒരു പറച്ചിലാണ് തബഅൻ. തബഅ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്തു എന്നാണ്. അല്ല, അത് വേറെ, അത് തായാണ്. ത്വബഅ എന്ന് പറഞ്ഞാൽ എന്താണ്, ത്വബഅ പ്രിന്റ് ചെയ്തു. അൽ മത്ബൂഅ പ്രിന്റഡ് ഐറ്റം. തബിഅ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു. അപ്പൊ ഉറപ്പായും തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്. തബഅ പ്രിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്, അടിച്ചു. ഹുവ ഉസ്താദി. അപ്പൊ ഓഫ് കോഴ്സ് തീർച്ചയായും എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു, ഹുവ ഉസ്താദി, അദ്ദേഹം എന്റെ അധ്യാപകൻ. ആ എന്റെ ഗുരുനാഥനാണ്. ഉസ്താദ് എന്ന് പറയുന്നത് വെച്ചുകൂടെ കൂടിയ ഗ്രേഡാണ് കേട്ടോ. മുഅല്ലിം എന്ന് പറയുന്ന പോലെയല്ല. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൊഫസർ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് എന്ന അർത്ഥം. ഹുവ അഹ്സനു മുദർരിസിൻ ഫിൽ കുലിയത്തി. അപ്പൊ മുദർരിസ് അധ്യാപകൻ. ഹുവ അഹ്സനു മുദർരിസിൻ. നമ്മൾ നേരത്തെ പഠിച്ചു, ഈ സൂപ്പർലേറ്റീവ് പറയുമ്പോഴത്തേക്ക് എന്താണ് ശേഷമുള്ളതിന് കെസ് കൊടുത്തിട്ടുള്ള പറയുന്നത്. അഹ്സനു ത്വാലിബിൻ ബെസ്റ്റ് സ്റ്റുഡന്റ്, അഹ്സനു മുദർരിസിൻ ബെസ്റ്റ് അധ്യാപകൻ. അധ്യാപകരിൽ ഉത്തമൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താകും, അഹ്സനുവിന് ശേഷമുള്ളതിന് കെസ് കൊടുത്തിട്ടാണ് പറയുന്നത്. ഹുവ അഹ്സനു മുദർരിസിൻ ഫിൽ കുല്ലിയത്തി, ഇൻ ദ കോളേജ്, ഇൻ ദ ഫാക്കൽറ്റി. ഈ ഫാക്കൽറ്റിയിലെ ഏറ്റവും നല്ല അധ്യാപകനാണ് അദ്ദേഹം. ഫൈസൽ.
ഈ ഒരു പേജിൽ നമുക്ക് എന്താ പഠിക്കാണ്ടായിരുന്നത്? തദുറുസു അതുറുസു, അതുറുസു, ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിച്ചത്. തഅരിഫു, അപ്പം താരിഫും പഠിച്ചു. അതേപോലെ പഠിച്ചു. ഇത് തബഅൻ തബഅൻ തബഅൻ. അറബികൾ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ തബഅൻ ബാഇന് ഫത്തഹായിട്ടാണ് തോന്നുക. തീർച്ചയായും എന്ന അർത്ഥമാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ പറയാം ഓഫ് കോഴ്സ് എന്ന അർത്ഥത്തിലാണ്. പിന്നെ അറിയില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അഹ്സനത്ത് മുദരിസൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പേജ് പഠിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് സംഭവമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതിലാകെ ഞാൻ പറയേണ്ടിയിരുന്നത് ഈ അദർസു തദർസു താരിഫു മാത്രമാണ്. ബാക്കിയെല്ലാം പഴയ സംഗതികളാണ്. അഹ്സനു മുദരിസിൻ ഫിൽ കുല്ലിയത്തി. ഫൈസൽ ഒരു സംശയം. പറയും. ആ താലിബുൻ അന്ത യാ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അന്ത താലിബുൻ യാ അബ്ദുള്ള എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. നിങ്ങൾ നേരത്തെ ചോദിച്ചോണ്ട് ഇതുപോലെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും വരുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചു, നിങ്ങൾ ആരെങ്കിലും ചോദിക്കും ആ താലിബിൻ അന്ത എന്നുള്ള അന്ത താലിബിനൊന്നും ചോദിക്കാം. ഇവിടെ എംഫസൈസിങ് പ്രശ്നമല്ല. അങ്ങനെയുള്ളത് തിരിച്ചും ചോദിക്കാം. അന്ത താലിബിനെന്നും ചോദിക്കാം, ആ താലിബിൻ അന്തെന്നും ചോദിക്കാം. മൻ ഹഉലാഇൽ ഫിത്യതു. ഹഉലാഇൽ ഫിത്യതു. ഫിത്യതു എന്നത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? പുല്ലിംഗമാണ്. അതേപോലെ പുല്ലിംഗം താഴെയുള്ള പുല്ലിംഗം ഒരു പുല്ലിംഗ പദം വേറെ പറഞ്ഞു. യഹ്വത്തുൻ. ജാഅ യഹ്വത്തു യൂസുഫ. യഹ്വത്തുൻ. അങ്ങനെ വേറെയും പദങ്ങളുണ്ടാകാം. മൻ ഹഉലാഇൽ ഫിത്യതു. ഈ യുവാക്കൾ ആരെല്ലാമാണ്? അല്ലദീന മഅക. അപ്പൊ ഇവിടെ എന്താണ് അല്ലദീന എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കാരണം ഫിത്യത്ത് ബഹുവചനമായത്. ഫിത്യത്ത് ബഹുവചനമായത് ഹഉലായി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഹഉലാഇൽ ഫിത്യതു. പിന്നീട് ഫിത്യത്തിന്റെ വിശേഷണമായിട്ടാണ് അല്ലദീന പറയുന്നത്. ഫിത്യത്ത് എന്ന് പറഞ്ഞാൽ ആരാണോ അവർ, അല്ലെങ്കിൽ ആരെല്ലാമാണോ അവർ. മഅക നിന്നോടൊപ്പമുള്ള. ശരിക്കും അത് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. അപ്പൊ ഫിത്തീനത്തിനെയും മഅക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളതാണ്. ദോസ് ഹൂ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. മഅക് നിന്നോടൊപ്പമുള്ള. നിന്നോടൊപ്പമുള്ള ഈ യുവാക്കൾ ആരൊക്കെയാണ്? ഈ ചെറുപ്പക്കാർ. കഅന്നഹും യഹ്വത്തുക. അപ്പൊ കഅന്നഹും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരെ പോലെ ഉണ്ട്. കഅന്നഹും എന്ന് പറഞ്ഞാൽ അവരെ പോലെ എന്നാണോ? കഅന്നഹും എന്ന് പറഞ്ഞാൽ അവരെ പോലെ എന്നാണോ? കഅന്നഹും എന്ന് പറഞ്ഞാൽ അവരെ പോലെ എന്നല്ല കേട്ടോ. കഅന്നഹും എന്ന് പറഞ്ഞാൽ അവർ ആയതുപോലെയുണ്ട്. കഅന്നക എന്ന് പറഞ്ഞാൽ നീ ആയതുപോലെയുണ്ട്, നിന്നെ പോലെ ഉണ്ടെന്നല്ല. അപ്പൊ കഅന്നഹും അവർ ആയതുപോലെയുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആസിഫ് ദേ ആർ യഹ്വത്തുക, നിന്റെ സഹോദരന്മാർ. അവർ നിന്റെ സഹോദരന്മാരെ പോലെ ഉണ്ടല്ലോ. കഅന്നഹും യഹ്വത്തുക. യഹ്വത്ത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ആ വാക്കിവിടെ ഉണ്ട്. ഫിത്യത്തുണ്ട്, യഹ്വത്തുണ്ട്. കഅന്നഹും യഹ്വത്തുക. അപ്പൊ കെട്ടുള്ള തായാണ്. അതിന്റെ അടുത്ത വാക്കിലേക്ക് ചേർത്താൽ അത് ഓപ്പൺ തായാവും. യഹ്വത്തുഹു പോലെ, യഹ്വത്തുക്ക പോലെ അങ്ങനെ ചേർക്കേണ്ടി വരുമ്പോഴത്തേക്ക് സർവനാമമാണ് ചേർക്കേണ്ടി വരിക. നാമം ആയതുകൊണ്ട് ആ നാമത്തിന്റെ കൂടെ സർവനാമമേ ചേരുള്ളൂ. അങ്ങനെ ചേർക്കേണ്ടി വന്നാൽ അത് ഓപ്പൺ ചെയ്തിട്ടാണ് ചേർക്കുക.
അബ്ദുള്ള നഅം ഹഉലാഇ ഇഖ്വതി ദീസ് ആർ മൈ ബ്രദേഴ്സ്. ഇവർ എന്റെ സഹോദരന്മാരാണ്. നഅം ഹഉലാഇ ഇഖ്വതി, അതെ ഇവർ എന്റെ സഹോദരന്മാരാണ്. ലീ അർബഅതു ഇഖ്വതി, നമ്മൾ സംഖ്യ പഠിച്ചല്ലോ. എനിക്ക് ഇഖ്വത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് സഹോദരന്മാരുണ്ട്, സഹോദരന്മാരുണ്ട് അല്ലെ, ബഹുവചനമാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അർബഅത്ത് എന്ന ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇഖ്വത്ത് പുല്ലിംഗമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഖ്വത്ത് എന്ന വാക്കാണ്, അർബഅത്ത് എന്നുള്ള ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ഉപയോഗിക്കുക. അപ്പൊ ലീ അർബഅത്തു ഇഖ്വത്തിൻ, പിന്നീട് ഇഖ്വത്തിന് കസ്ർ കൊടുത്തു വരാം. 10 വരെ കസ്ർ കൊടുക്കും, 3 മുതൽ 10 വരെ കസ്ർ കൊടുക്കും. ലീ അർബഅത്തു ഇഖ്വത്തിൻ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. വസലാസു അഖവാത്തിൻ, അപ്പൊ അഖവാത്തിനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ജെൻഡർ ഉപയോഗിച്ചിട്ടാണ് എണ്ണം പറയേണ്ടത്. അഖവാത്ത് സഹോദരിമാർ, സലാസു. അപ്പൊ അതുകൊണ്ട് ഓപ്പോസിറ്റ് ജെൻഡറാണ് സലാസു എന്നത്, തായില്ലാത്തത്. സലാസു അഖവ, അവസാനത്തെ അടയാളം എന്താണ്? അഖവാത്തിന്റെ അഖവാത്തിൻ. അഖവാത്തിൻ, അവിടെ കെസ് കൊടുക്കണം. ഏതെങ്കിലും ബഹുവചനത്തിന്റെ കെസ് ക്ലിയർ ആയിട്ട് വരും. സലാസു അഖവാത്തിൻ, എനിക്ക് 4 സഹോദരന്മാരും 3 സഹോദരിമാരും. പഠിച്ചത് അയിന യദ്റുസു ഹഉലാഇ, ഇവരെവിടെയാ പഠിക്കുന്നത്? അയിന യദ്റുസു ഹഉലാഇ. അപ്പൊ ഇവിടെ യദ്റുസു എന്ന ക്രിയ ആദ്യം വന്നിട്ടാണ്, പിന്നെ ഹഉലാഇ എന്ന വാക്ക് പിന്നീടാണ് വരുന്നത്. ക്രിയയ്ക്ക് ശേഷം കർത്താവ് വന്നാൽ ക്രിയ ഏകവചനത്തിലായിരിക്കും ഉണ്ടാവുക. അതിനെ യദ്റുസൂന ഹഉലാഇ എന്ന് പറയാൻ പറ്റില്ല. അതിനെ ചോദ്യം യദ്റുസു വന്നാലല്ലേ ചോദ്യം വന്നാലല്ലേ ഈ ഏകവചനം വരുന്നത് ക്രിയ? ചോദ്യം വന്നാലേ അതിനെ വന്നുകൊണ്ടല്ലേ എദ്റുസു എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ എദ്റുസു ചോദ്യം ഇല്ലെങ്കിൽ എദ്റുസു അതിനെ യദ്റുസൂന എന്ന് ചോദിക്കാൻ പറ്റൂലേ? ഹഉലാഇ ഇല്ലെങ്കിൽ അതിനെ യദ്റുസൂന എന്ന് ചോദിക്കാൻ പറ്റും. ഹൗലായിയാണ് അവിടെ ഇമ്പോർട്ടന്റ് അല്ലേ മാറിയത്? ഹഉലാഇ ആണ് ഇമ്പോർട്ടന്റ് എന്നല്ല, ഹഉലാഇ ഇല്ലെങ്കിൽ വേറെ ഒരു രീതിയിലാണ് യൂസേജ് വരിക. അതിനെ യദ്റുസൂൻ, ഹഉലാഇ ഇഖ്വതി എന്ന് പറഞ്ഞു, അതിനെ യദ്റുസൂൻ, അവരെവിടെ പഠിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോ അവർ എന്നത് നേരത്തെ വന്നതുകൊണ്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി യദ്റുസൂൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ യദ്റുസു ഹഉലാഇ, അതിനെ യദ്റുസു ഹഉലാഇ, ഇവർ എവിടെ പഠിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? യദ്റുസു ഹഉലാഇ എന്ന് പറയുമ്പോൾ യദ്റുസു എന്ന ക്രിയയുടെ കർത്താവ് ഹഉലാഇ എന്നാണ്. അത് മുമ്പുള്ള ക്രിയയായിട്ട് മുമ്പുള്ള പദമാക്കി മാറ്റാൻ പറ്റില്ല. അതിനെ യദ്റുസൂന എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ കർത്താവ് മുമ്പുള്ള പദമാക്കാൻ പറ്റും. അപ്പോൾ മുമ്പ് പറഞ്ഞു പോയത് കൊണ്ട് അതിന്റെ ബഹുവചനം ഉപയോഗിക്കും. അതിനെ യദ്റുസൂൻ എന്ന് ചോദിക്കാം. അപ്പൊ കർത്താവ് നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ കർത്താവ് അതിന് യദ്റുസു ഹഉലാഇ എന്ന് പറയുമ്പോൾ കർത്താവ് പിന്നീടാണ്. ക്രിയ മുൻകടന്നാൽ ഹൗലായി ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അതിന് എദ്റുസു എന്ന് പറഞ്ഞാലും ശരിയാവും അല്ലെ, ഹഉലാഇ ഇല്ലെങ്കിൽ അതിനെ യദ്റുസു എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം എവിടെ സബ്ജക്റ്റ് മുൻകടന്നിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് മാറ്റണം. സബ്ജക്റ്റ് മുൻകടന്നിട്ടില്ല പിന്നെയാണ് വരുന്നതെങ്കിൽ ഏകവചനം പറഞ്ഞാൽ മതി. അതിന് യദ്റുസു ഹഉലാഇ. അബ്ദുള്ള അമ്മ ഇഖ്വതി, നമ്മൾ പറഞ്ഞു അമ്മയുടെ പ്രയോഗം സൂറത്തുൽ ദുഹയിലല്ലേ നമ്മൾ പഠിച്ചത്. അമ്മ السائل فلا تنهر وأما بنعمة ربك فحدث فأما اليتيم فلا تقهر فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്? അമ്മയുടെ സെക്കൻഡ് പാർട്ടിൽ ഫ വന്നിട്ടുണ്ട്.
അമ്മയുടെ സെക്കൻഡ് പാർട്ടിൽ ഫ വന്നത്. فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അമ്മയുടെ സെക്കൻഡ് പാർട്ടിൽ എന്ത് വേണം? ഫ വേണം. അമ്മ പറയുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴാണ് അമ്മ ഉപയോഗിക്കുന്നത്. ഒന്നിലധികം കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അവന്റെ കാര്യം പറഞ്ഞാൽ ഇതാണ്, ഇവന്റെ കാര്യം പറഞ്ഞാൽ ഇതാണ് എന്ന് പറയും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കില്ലേ, അവന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയാണ്, ഇവന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയും. ഇക്കാര്യമാണെങ്കിൽ ഇതാണ്, ഇക്കാര്യമാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ ഉപയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് പാർട്ടിൽ ഫ വരും. അപ്പൊ അമ്മക്ക് അമ്മ പ്രത്യേകിച്ച് അമ്മ മീനിങ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അമ്മ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അമ്മ ഉപയോഗിച്ചാൽ അമ്മയുടെ സെക്കൻഡ് പാർട്ടിൽ ഫ വരും. അമ്മക്ക് പ്രത്യേകിച്ച് മീനിങ് വല്ലതും ഉണ്ടോ? ആസ് ഫാർ ആസ് അല്ലെങ്കിൽ ആസ് ഫോർ എന്നൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്, നോട്ട്സിൽ കൊടുത്തിരിക്കുന്നത്. അവന്റെ കാര്യം പറഞ്ഞാൽ, ഇവന്റെ കാര്യം പറഞ്ഞാൽ എന്ന രീതിയിലാണ് വരുന്നത്. നമ്മൾ മലയാളത്തിൽ എന്നാൽ ഉപയോഗിക്കും. എന്നാൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് കാര്യം പറയുമ്പോൾ എന്നാൽ ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ പറയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നു. ഒന്നിലധികം കാര്യങ്ങൾ പറയുമ്പോൾ ഇയാളുടെ കാര്യം ഇങ്ങനെയാണ്, അവനാണെങ്കിൽ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്, ഇവനാണെങ്കിൽ കൊച്ചിയിലാണ് പഠിക്കുന്നത്. ഈ ആണെങ്കിൽ പറഞ്ഞില്ലേ, ആ രീതിയിലാണെങ്കിൽ അങ്ങനെ വരും, അമ്മ ഉപയോഗിച്ച് പറയാം. അല്ല എന്റെ ഒന്നാമത്തെ മകൻ തിരുവനന്തപുരത്തും രണ്ടാമത്തെ മകൻ കൊച്ചിയിലുമാണ് പഠിക്കുന്നത് പറയുമ്പോൾ അത് വേറെ ശൈലിയില്ല. അപ്പൊ അമ്മ ഇല്ല, അമ്മ ഉപയോഗിക്കാതെ പറയാം. ഇവിടെ നോക്കിയാല് അമ്മ യഹ്വതി, എന്റെ സഹോദരന്മാരുടെ കാര്യം പറഞ്ഞാൽ ഫകുല്ലുഹും, അവിടെ ഈ അഫായ്ക്ക് അപ്പോഴും ആക്കുന്ന അർത്ഥമൊന്നുമില്ല. അവിടെ എന്തിനാ അഫ വന്നത്? അമ്മയുടെ സെക്കൻഡ് പാർട്ടിൽ വന്നുകൊണ്ട് അമ്മയുടെ ജവാബ് എന്നാ പറയുക. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? അമ്മയുടെ ഖബർ എന്നാണ് പറയുന്നത്. അമ്മയുടെ സെക്കൻഡ് പാർട്ടിൽ വന്നുകൊണ്ടാണ് അവിടെ ഫ വന്നത്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞപ്പോ മോന്റെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മോനാണെങ്കിൽ എന്ന് നമ്മൾ പറയുമ്പോ അപ്പൊ ആന്റെ കാര്യം പറഞ്ഞാൽ ആൽ ഉപയോഗിച്ചല്ലോ, അല്ലെങ്കിൽ അവനെങ്കിൽ, അവനാണെങ്കിൽ എന്നൊക്കെ പറയും. അപ്പൊ അതുപോലുള്ള സംഭവം വരുന്നുണ്ട് അവിടെ. അതേപോലെയാണ് ഫ വരുന്നത്. ഫകുല്ലുഹും, അവരെല്ലാം, യദ്റുസൂന, അപ്പൊ എന്ത് വന്നു? യദ്റുസൂനയുടെ ബഹുജനം. അപ്പോ നമ്മള് യദ്റുസു കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. യദ്റുസു അവൻ പഠിക്കുന്നു, യദ്റുസൂന അവർ പഠിക്കുന്നു, തദ്റുസു നീ പഠിക്കുന്നു, അദ്റുസു ഞാൻ പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വന്നു. ഓക്കെ. അമ്മ ഇഖ്വതി ഫകുല്ലുഹും യദ്റുസൂൻ, all of them are studying bil jamiati, in the university. ഈസ വഹുവ അക്ബറു മിന്നി, ഈസ ആണെങ്കിൽ ഈസ എന്ത് ചെയ്യുന്നു? വഹുവ അവൻ, അക്ബറു മിന്നി എന്നെക്കാളും വലിയ ആളാണ്. മൂത്തതാണെന്നല്ലേ? മൂത്തതെന്ന് പറഞ്ഞു. ഇവിടെ അക്ബർ എന്നുള്ള പ്രയോഗം പറഞ്ഞുകൊണ്ട് ഞാൻ അക്ബർ എന്ന് പറഞ്ഞുള്ളൂ. മീനിങ്ങിൽ എന്താണ്? മൂത്തയാളാണ്. ഹുവ അക്ബറു മിന്നി, അവൻ എന്നെക്കാളും മൂത്തയാളാണ്. എങ്ങനെ? അക്ബർ മിന്നി എന്ന് പറയാൻ കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ? അക്ബർ മിന്നി പറഞ്ഞപ്പോ കമ്പാരിറ്റീവ്. അക്ബർ മിന്നി, അവൻ എന്നെക്കാളും മുതിർന്ന ആളാണ് അല്ലെങ്കിൽ മൂത്തയാളാണ്. യദ്റുസു, അവൻ പഠിക്കുന്നു. ഈ കുല്ലിയത്തി തിബ്ബ്, ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. അവൻ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഇവിടെ ജാമ്യയുടെ അകത്താണെന്നാ പറഞ്ഞത്. യദ്റുസൂന ബിൽ ജാമ്യത്താണ്, കുല്ലുഹും യദ്റുസൂന ബിൽ ജാമ്യത്ത്. അപ്പം ഈസ
ഈസ വഹു അക്ബർ മിന്നി. അപ്പം അത് ഷർത്തായിട്ടാണ്, ഡാഷ് ഇട്ടാണ്. വഹു അക്ബർ മിന്നി, അവൻ എന്നേക്കാളും മുതിർന്നവനാണ്. യദുറുസു, അവൻ പഠിക്കുന്നു ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. ഇബ്രാഹിമു, ഇബ്രാഹിം യദ്റുസു കുല്ലിയത്തി തിജാറത്ത്, ഫാക്കൽറ്റി ഓഫ് ബിസിനസ് സ്റ്റഡീസ്. തിജാറത്ത്, ട്രേഡിംഗ്, കച്ചവടം, ഫാക്കൽറ്റി ഓഫ് ബിസിനസ്. അവൻ എന്തെയാണ്? ബിസിനസ് സ്റ്റഡീസിലാണ്. കുല്ലിയത്തി തിജാറ. തിജാറത്ത് ഖുറാനുണ്ടോ? സൂറത്തുൽ ജുമഅയിലെ ഇല്ല. ഇതാ തിജാറത്തിന് അവലഹുവൻ, അതിലുണ്ട്. അതിലുണ്ട്. സഫിനുമുണ്ട്. അല്ലതില്ലുക്കും അല തിജാറത്തിൻ. നമുക്ക് നല്ല കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെ. അപ്പൊ എല്ലാം ഉണ്ട് ഖുറാനില്, കച്ചവടം ഉണ്ട്. അതുകൊണ്ടാണ് തിബിയാന തഫ്സീലി കുല്ലി ഷൈ എന്ന് പറഞ്ഞു. കച്ചവടമുണ്ട്, കൃഷിയുണ്ട്, പലിശയുണ്ട്, കൊടുക്കൽ വാങ്ങലുണ്ട്, എല്ലാം ഉണ്ട്. വൈസ്ഹാഖു യദ്റുസു ഫി കുല്ലിയത്തിൽ ആദാബ്. ആദാബ് ആർട്സ് കേട്ടാ, അവൻ ഫാക്കൽറ്റി ഓഫ് ആർട്സിലാണ് പഠിക്കുന്നത്. അദാബീന്നല്ലേ? കുല്ലിയത്തിൽ ആദാബി, ഈ കുല്ലിയത്തിൽ ആദാബി. അദബ് ആർട്സ്. അദബ് എന്താണ്? അദബ് മര്യാദ. അദബ് മര്യാദയുണ്ട്, സാഹിത്യമുണ്ട്. ആ സാഹിത്യത്തിനെയാണ് ആദാബ് വരുമ്പോ ആർട്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇസ്മായിലു ഇസ്മായിലു എന്ത് ചെയ്യുന്നു? യദ്റുസു ഫി കുല്ലിയത്തിൽ ഉലൂം. ഉലൂമിലാണ്. ഉലൂം എന്താ? സയൻസ്. ഇൽമിന്റെ ബഹുജനമാണ് ഉലൂം. നമ്മൾ മുമ്പ് എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൽമിന്റെ ബഹുജനം ഉലൂം. നമ്മൾ കഴിഞ്ഞ എവിടെ ഉണ്ട് ഇതുപോലുള്ള ഫാക്കൽറ്റിയൊക്കെ അവിടെയും പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ല. ആദാബില്ല. അത് അദബില്ലാത്തോണ്ടായിരിക്കും. അദബ് എപ്പോഴും വേണം, പഠിക്കണം. അദബ് വേണം. അദബ്, സാഹിത്യവും പഠിക്കണം, മര്യാദയും പഠിക്കണം. അപ്പോ ഇസ്ഹാഖു യദ്റുസു ഫി കുല്ലിയത്തിൽ ആദാബ്, ഇസ്മായിൽ യദ്റുസു ഫി കുല്ലിയത്തിൽ ഉലൂം. ഇസ്മായിൽ എവിടെ പഠിക്കുന്നത്? അവന്റെയാണ് സയൻസ് കോളേജിലാണ്. നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് എന്ന് ഒരുമിച്ച് പറയുന്നതുകൊണ്ടാണ് നമുക്ക് സയൻസ് കോളേജിന് പെട്ടെന്ന് വരാത്തത്. ഇവിടെ കുല്ലിയത്തിൽ ഉലൂം സയൻസ് കോളേജിലാണ് പഠിക്കുന്നത്, ഫാക്കൽറ്റി ഓഫ് സയൻസിലാണ് പഠിക്കുന്നത്. ഈ മൂന്ന് പേർ അസ്സലാസത്വമാണ് കേട്ടോ. ഹഉലാഇ സലാസത്തു, ഈ മൂന്ന് പേർ അസ്ഗറു മിന്നി, എന്നേക്കാൾ ചെറിയ ആൾക്കാർ, ഇളയവരാണ്. അസ്ഗറു മിന്നി, എന്നേക്കാൾ ചെറിയ ആളാണ്. മറ്റേയാള് അക്ബറു മിന്നി. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ വാക്കുകളൊക്കെ വൊക്കാബുലറി കിട്ടുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഹഉലാഇ സലാസത്തു, ഈ മൂന്ന് പേർ അസ്ഗറു മിന്നി, എന്നേക്കാളും ചെറുപ്പമാണ് അല്ലെങ്കിൽ ഇളയവരാണ്. അമ്മൽ അഖവാത്തു, അപ്പൊ നേരത്തെ അമ്മ യഖ്വതി എന്ന് പറഞ്ഞു. ആസ് ഫോർ മൈ ബ്രദേഴ്സ്, എന്റെ സഹോദരന്മാരുടെ കാര്യം പറഞ്ഞാൽ ഫകുല്ലുഹും, എന്റെ ഖബറിൽ എന്ത് ചെയ്തു? ഫാ ചേർത്ത് പറഞ്ഞു. ഇങ്ങനെ പോയിട്ട് പിന്നെ മൂത്തയാളുടെയും ഇളയാളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇസ്നാനിയിലു കഴിഞ്ഞു. അമ്മ അമ്മൽ അഖവാത്തു, നമ്മൾ മലയാളത്തിൽ പറയുമ്പോ എന്നാൽ സഹോദരിമാർ അല്ലെങ്കിൽ
സഹോദരിമാരുടെ കാര്യം പറഞ്ഞാൽ അമ്മൽ അഖവാത്തു സഹോദരിമാർ ഫയദുറുസ്ന, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, യദുറുസ്ന. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടില്ല നിങ്ങൾ, യദുറുസ്ന. അപ്പോ യഫ്അലൂന അല്ലെങ്കിൽ യദുറുസൂന അവർ പഠിക്കുന്നു. ഹിയ ആണെങ്കിൽ ഹുന്ന വരുമ്പോൾ ഹുന്ന യദുറുസ്ന, യദ്റുസ്ന അവർ പഠിക്കുന്നു. അമ്മൽ അഖവാത്തു യദുറുസ്ന, ആ സഹോദരിമാർ യദുറുസ്ന അവർ പഠിക്കുന്നു. ഫിൽ മദ്രസത്തിൽ മുതവസ്സിതതി, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്രിയകളൊക്കെ ഇവിടെ എഴുതിയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. അത് നമ്മളെ മെയിൻ ഒരു ടേബിള്, ഒന്നാമത്തെ പേജിൽ ഒരു മെയിൻ ടേബിൾ എഴുതിയിരിക്കണം. അപ്പൊ അതിൽ ഇതേപോലെ യദുറുസ്ന അവർ പഠിക്കുന്നു, ആ പെണ്ണുങ്ങൾ പഠിക്കുന്നു. അപ്പൊ ആ ദറസ യദുറുസുവിന്റെ 21 രൂപ എഴുതി വെച്ചിട്ട് വിശാലമായിട്ട് എഴുതി വയ്ക്കുക, ഗ്യാപ്പിട്ടൊക്കെ എഴുതി വയ്ക്കുക. അപ്പൊ ഇടയിൽ നമ്മൾ അവിടെ പഠിക്കാത്ത കാര്യം ഇവിടെ പഠിക്കുന്നവരും എന്ത് ചെയ്യണം, വേറെ കളറിൽ എഴുതി വയ്ക്കണം. അപ്പൊ യദുറുസ്ന നമ്മള് അണ്ടർസ്റ്റാൻഡ് ഖുർആനാണെങ്കിൽ ഹിയ ദറസത്ത് ഹിയ തദുറുസു മാത്രമേ പഠിച്ചുള്ളൂ. ഹിയ ദറസത്ത് മാവിയും ഹിയ തദുറുസു മുളാരിന്റെ ഒരു രൂപം. അപ്പൊ ഹുന്നയാണെങ്കിൽ ഹുന്ന യദുറുസ്ന, ആ പെണ്ണുങ്ങൾ പഠിക്കുന്നു. അമ്മൽ അഖവാത്തു സഹോദരിമാരുടെ കാര്യം പറഞ്ഞാൽ യദുറുസ്ന യദുറുസ്ന അവർ പഠിക്കുന്നു. ഫിൽ മദ്രസത്തിൽ മുതവസ്സിതതി, മുതവസ്സിതത്ത് എന്താണ്? മിഡിൽ സ്കൂള്. മിഡിൽ. അല്ലാഹു തആല കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ, ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞ പോലെയാണ് മുതവസ്സിതത്ത് എന്ന് പറയുന്നത്. മധ്യമം, മിഡിൽ. നമുക്ക് പണ്ട് മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നു, ഇപ്പോഴത് മിഡിൽ സ്കൂളിന് പ്രയോഗത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂളേ ഉള്ളൂ. മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇബ്തിദായി എന്ന് പറഞ്ഞ പ്രൈമറി അത് ആരംഭിച്ചു. അപ്പൊ പ്രീ പ്രൈമറി എന്ത് പറയും? പ്രീ പ്രൈമറി എന്താണ്? പ്രീ പ്രൈമറിക്ക് പറയുന്ന പേരാണ് റൗള. റൗള ഗാർഡൻ. നമ്മള് കിൻഡർ ഗാർഡൻ അല്ലേ, അതൊക്കെ എവിടെ നിന്ന് കോപ്പി അടിച്ചതാ. റൗള എന്നാ പറയാ, റൗള. അതിന്റെ ബഹുമാനമാണ് റിയാദ്. ഓക്കെ. അൽ മദ്രസത്തിൽ ഫിൽ മദ്രസത്തിൽ മുതവസ്സിത, അവർ മിഡിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. സൈനബു തദുറുസു, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. ഹുവ യദുറുസു, അവൻ പഠിക്കുന്നു. ഹിയ തദുറുസു, അത് നമ്മൾ നേരത്തെ പഠിച്ചു, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചതാണ്. സൈനബു തദുറുസു, അവൾ പഠിക്കുന്നു. കേട്ടോ, നേരത്തെ അൻത തദുറുസു എന്ന് പറഞ്ഞായിരുന്നു. അയിന തദുറുസു അൻതയ അഹി എന്നൊക്കെ ചോദിച്ചില്ലേ, അപ്പൊ അതും തദുറുസു തന്നെയാണ്. സൈനബിന്റെ കാര്യം പറയുമ്പോൾ സൈനബു തദുറുസു, അവൾ പഠിക്കുന്നു. ഫിസ്സനത്തിൽ ഊല, അവരെവിടെയാണ്? 1ാം ക്ലാസ്. മദ്രസത്തിൽ മുതവസ്സിതത്തിലാണെങ്കിലും മദ്രസത്തിൽ അമ്മൽ അഖവാത്ത് എല്ലാം മദ്രസത്തിൽ മുതവസ്സിതയാണ്. മദ്രസത്തിൽ മുതവസ്സിതയില് ഇവിടെ ഫസിൽ എന്നല്ല പറയുന്നത്, ഇവിടെ എന്താ പറയുന്നത്? മുതവസ്സിതയില് സനത്തിൽ ഊല. അതായത് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാല് പിന്നെ അതിൽ ഓരോന്നിനെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്ന് പറയും. നമ്മൾ UKG ഫസ്റ്റ്, LKG, എന്താ KG ഫസ്റ്റും സെക്കൻഡും എന്നല്ലേ പറയുന്നത്. UKG LKG എന്നാണ് പറയുന്നത്. എന്ന് പകരം എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. KG ഫസ്റ്റും സെക്കൻഡും പറയാം. അതേപോലെ +1ഉം +2 എന്ന് നമ്മൾ പറയില്ലേ, +1ഉം +2 എന്ന്. അതേപോലെ ഇവിടെ മദ്രസയിൽ മുതവസ്സിതയിൽ എന്ത് ചെയ്യും? സൈനബു തദറുസു ഫി സനത്തിൽ ഊല, സനത്തിൽ ഊല ഫിൽ മദ്രസത്തിൽ മുതവസ്സിത, മിഡിൽ സ്കൂളിലെ 1ാം ഇയറിലാണ് പഠിക്കുന്നത്. സനത്തിൽ ഊല.
അപ്പോ അസ്സനത്തുൽ ഊല, അസ്സനത്തുൽ ഊല. അദ്ദർസു അൽ അവ്വലു, അദ്ദർസ് പുല്ലിംഗമായതുകൊണ്ട് അൽ അവ്വലു. സനത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് അസ്സനത്തുൽ ഊല, സനത്തുൽ ഊല. നേരത്തെ ഒരു സനത്ത് വന്നത് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്തോ ഒരു വാക്ക്, സനത്ത് സാനിയത്തി അല്ലേ? ഇവിടെ എന്താണ്? അസനത്തുൽ ഊല. സനത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സനത്തുൽ ഊല. ദർസ് വരുമ്പോ അദ്ദർസുൽ അവ്വൽ. വസൽമ തദ്റുസു ഫി സനത്തി സാനിയത്തി. സൽമ തദ്റുസു, അവൾ പഠിക്കുന്നു. സൽമ തദ്റുസു. ഇബ്രാഹിമു യദ്റുസു. സൽമ തദ്റുസു ഫി സനത്തി സാനിയത്തി. അത് സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. മുത്തവസിത്തയില് സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ സനത്തു സാനിയത്തു, സനത്ത് സ്ഥിതിയാണ്ട് അസാനിയത്തു. വലൈല തദ്റുസു ഫി സനത്തി സാലിസത്തി. അവൾ തേർഡ് ഇയറിലാണ് പഠിക്കുന്നത്. ലൈല തദ്റുസു ഫി സനത്തി സാലിസത്തി. അവിടെ നിൽക്കട്ടെ. ഈ രണ്ട് പാരഗ്രാഫ് ഇല്ലേ, ഈ രണ്ട് പാരഗ്രാഫ് നമ്മൾ നല്ലപോലെ വായിക്കണം. ഒന്നാമത് പറഞ്ഞത് സഹോദരന്മാരെ കുറിച്ച്, രണ്ടാമത് പറഞ്ഞ അല്ല ഈ പാരഗ്രാഫ് തന്നെ, ഈ ഒരു പാരഗ്രാഫ് തന്നെ. ഒന്നാമത് പറഞ്ഞത് അമ്മ യഹ്വതി ഫകുല്ലുഹും യദ്റുസൂൻ, അവരെല്ലാവരും പഠിക്കുന്നു. അപ്പൊ യദ്റുസൂൻ ബിൽ ജാമിഅത്തി. ഈസ യദ്റുസു, ഇബ്രാഹിമു യദ്റുസു, ഇസ്ഹാഖു യദ്റുസു, ഇസ്മാഈലു യദ്റുസു. പിന്നെന്താ പറഞ്ഞേ? സൈനബു തദ്റുസു, സൽമ തദ്റുസു, ലൈല തദ്റുസു. ഓക്കെ. അതേപോലെ ഇഖ്വതി യദ്റുസൂന, ഇഖ്വതി യദ്റുസൂന. വഅഖവാതി അൽ-അഖവാതു യദ്റുസ്ന, അൽ-അഖവാതു യദ്റുസ്ന, ദുറുസ്ന. യദ്റുസ്ന. ഓക്കെ. ആ വ്യത്യാസങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ഇതിൽ ശ്രദ്ധിച്ച് വായിക്കാനേ ഉള്ളൂ, ഒരുപാട് ഭാരം ഇല്ല. മറിച്ച് എന്താണ്, ശ്രദ്ധിച്ച് വായിക്കാനാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബാക്കി പാഠത്തിന്റെ ബാക്കിയിൽ വരാൻ മതി. ഓക്കെ ആണോ? റഷീദ് സാർ ഒന്നും മിണ്ടുന്നില്ലല്ലേ? ഷാനിദ ഇല്ലായി? മൈക്ക് ഓഫ് ചെയ്ത് പോയോ? ഇല്ല ഇല്ല ഇല്ല, പോയിട്ടില്ല. ഇപ്പൊ പഠിപ്പിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലായോ? ആ, ഇന്നത്തെ എനിക്ക് ശരിക്കും മനസ്സിലായി. ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നാമത് അതാണ്. ഇരിക്കാതെയും പഠിക്കാമല്ലോ. അതല്ല, പിന്നെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, പിന്നെയൊക്കെ കേട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ പഠിക്കല്. അതെ. അപ്പൊ ചെറിയൊരു ഇത് വരാ. ആഴ്ചയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഇരുന്ന് പഠിക്കുക കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടാ മതി. ഒരുപാട് ജോലി കുറവുണ്ടല്ലോ. ആ, ജോലിയൊക്കെ കുറവുണ്ട്, പക്ഷെ എന്നാലും തിരക്ക് തന്നെയാണ്. ഡെയിലി ഫിസിയോതെറാപ്പിക്ക് പോണം, അതിന് കുറെ സമയം പോകും. അതവിടെ വാണിയംകുളത്ത് തന്നെ പോണം. അങ്ങനത്തെ ഒക്കെ തിരക്കുകള്. അൽഹംദുലില്ലാ എല്ലാം ശരിയായല്ലോ. അൽഹംദുലില്ലാ. ശരിയായിന്ന് പറഞ്ഞാ കയ്യ് അനക്കാനൊന്നും ആയിട്ടില്ല, മുറിവൊക്കെ ഉണങ്ങി. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്ത് കൈ ഇങ്ങനെ വിരല് ചെറുതായിട്ട് അതെ, അത് മൂവ്മെന്റ് ചെയ്തോണ്ട് മൂവ് ചെയ്തോണ്ട്. ഇൻഷാ അള്ളാ 2-3 മാസം കൂടി എടുക്കുന്ന പറഞ്ഞത്. അത് അല്ല, മുറിഞ്ഞു പോയത് എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ?
അതെ അത് അൽഹംദുലില്ലാ ഭാഗ്യം തന്നെയാണ്. മുറിഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാ. സെപ്പറേറ്റ് ഇല്ല പോയി ഒരു നമ്മൾ വേറെ ചെറിയ ക്ലാസ്സിലുണ്ട്, സ്കിന്നും അവർക്ക് ആ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു, ഈ ക്ലാസ്സിൽ പറഞ്ഞില്ലെന്നേ. ഈ നമ്മൾ കുറെ ക്ലാസ്സിൽ കൂടെ അധികം സീനിയർ ഇരിക്കാൻ ക്ലാസ്സിലുണ്ട്. പറ്റിയിരുന്നില്ല. നേരത്തെ ഉറങ്ങാനൊക്കെ പറഞ്ഞിരുന്നു അത് കാരണേ. നേരത്തെ അല്ലെങ്കിൽ ഉറങ്ങണം കേട്ടോ. ഉറക്കാൻ ഈ സമയം ഉറങ്ങേണ്ട സമയമാണ്. കൈക്ക് എന്താ അതായത് പറ്റിയത്? ബോഡി ഹീലിംഗ് നടത്തും. ബോഡിയാണ് സെൽഫ് ഹീലിംഗ് നടത്തുന്നത്. നമ്മുടെ ശരീരമാണ് നമ്മളെ മുഴുവൻ ശുശ്രൂഷയും ചെയ്യുന്നത്. ബാക്കിയെല്ലാം ജഗപോഹ എന്താണ്, ഈ അഭിനയം മാത്രമേ ഉള്ളൂ. അപ്പം ശരീരമാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ആ ഡോക്ടർ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ ഡോക്ടർ ഫിലോസഫി കറക്റ്റായിട്ട് അറിയുന്നുണ്ടാണ്. 9 മണിക്ക് ഉറങ്ങണം. 9 മുതൽ 3 വരെയാണ് ബോഡി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബോഡി നമ്മള് 10 കറക്റ്റ് മണി വരെ. അതിന്റെ റീഫർബിഷ്മെന്റ് നടത്തുന്നത്. അപ്പോ ആ സമയത്ത് ഉറങ്ങി കഴിഞ്ഞാൽ ബോഡി ചെയ്തോളും. കൈക്ക് എന്താ പറ്റിയെന്ന്? കൈ മെഷീനിൽ കുടുങ്ങിയിട്ട് ഏത് മെഷീൻ? കട്ടായില്ല, ഇങ്ങനെ പുല്ലൊക്കെ വെട്ടുന്ന മെഷീനില്ലേ, ആ അത് ചെറിയൊരു സ്കിന്നും ഒരു ഞരമ്പും ബാക്കിയൊക്കെ കട്ടായി, എല്ലും ഞരമ്പുകളൊക്കെ കട്ടായി. പുല്ല് വെട്ടുന്നത് ഒരു നാരിട്ടല്ലേ ഇറങ്ങണേ? അതല്ല, ഇത് അതിന്റെ വാളില്ലേ, കുറച്ചും കൂടി വലിയ ഓ ചെടികളൊക്കെ അങ്ങനത്തെയാണ്. അത് ആ ബുഷ് കട്ടർ ആയിരിക്കും അല്ലെ, ഗ്രാസ് കട്ടർ അല്ല. അല്ല അല്ല. അത് ഒട്ടിയോ, വിരലൊട്ടിയോ? ആ വിരലല്ല, കയ്യാണ്, മുട്ടിന്റെ താഴെയാണ്. മുട്ടിന്റെ അതൊക്കെ താഴെ സെറ്റായി. ആ ഇനി ഇവിടെ ഞരമ്പുകൾ എവിടെയല്ലേ? ഓ മുട്ടിന് നേരെ താഴെ. കുറച്ചും കൂടി മേലെ, മുട്ടിന് നേരെ താഴെയാണ്. മെട്രിന് നേരെ ഒരുപാട് പോയപ്പോ. അപ്പൊ ഞരമ്പുകൾ അത്രയും വളർന്നതായിട്ട് കാണുന്നു. അത് ശരിയാവും. മുറിവൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വിരല് കൈ അനങ്ങാനായിട്ടില്ല എന്ന് മാത്രം. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് വന്നാലേ അതിനുള്ളൂ. അതാ പറഞ്ഞത്. ഫിസിയോതെറാപ്പി മുടങ്ങാതെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ യാത്രയാണ്? ഇവിടുന്ന് 6-7 കിലോമീറ്റർ ഉണ്ട്. 6-7 കിലോമീറ്റർ. ഞങ്ങൾക്കാണെങ്കിൽ 6-7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താണ്. ഞങ്ങള് ഉള്ളിലേക്കല്ലേ, കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലമാണ്, അപ്പൊ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിങ്ങനെ ചെയ്യാൻ 2 മണിക്കൂർ എടുക്കും. രാവിലെ ഒരു 9:30 പോയാൽ 1:30 ആവും തിരിച്ചെത്താന്. എറണാകുളത്താണോ? അല്ലല്ല, ഇവിടെ വാണിയംകുളം എന്നാ പറഞ്ഞത്, ഒറ്റപ്പാലം. ശരി. വാണിക്കാട് ഷൊർണൂരിലാണ്. ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം വാണിയംകുളം. ഉൾപ്രദേശമാകുമ്പോൾ യാത്ര ചെയ്യാൻ കൊണ്ട് കൂടുതൽ സമയം എടുക്കും. ഒറ്റപ്പാലം ടൗൺ ഞാൻ പറഞ്ഞാണ്, ഞാൻ താമസിക്കുന്നത് ഉള്ളിലേക്കാണ്, നല്ല ഉള്ളിലേക്ക്, കൈലിയാട് മുണ്ടക്കോട്ടുകൃഷി എന്നൊക്കെ പറയും. ഞാൻ വരോട് വന്നിട്ടുണ്ട്, വരോട്. വരോട് ഒറ്റപ്പാല ഭാഗത്താണ്. അതൊക്കെ ഹൈവേ ആണെന്ന് തോന്നുന്നു, മെയിൻ റോഡിൽ. അവിടെ ഒന്നും കുഴപ്പമില്ല, ഇത് കുറച്ചുണ്ട് ഉള്ളിലേക്കാണ്, വാണിയംകുളത്തിന്റെ ഉള്ളിലേക്ക് കയറണം. ഈ വാണിയംകുളത്ത് ഇറങ്ങിയിട്ടില്ല ജാമ്യക്ക് പോണേ ട്രെയിൻ സ്റ്റോപ്പില്ലേ? ഇടവണ്ണ ജാമ്യാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ പാഠം വായിച്ചിട്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് കേട്ടിട്ട് ഒന്നുകൂടെ ആവർത്തി ചെയ്യുക. ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് പോയിന്റ് പറഞ്ഞത്, ആ പോയിന്റ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അപൂർണ ക്രിയയുടെ രൂപഭേദങ്ങൾ, മുളാരിയായ ക്രിയയുടെ രൂപഭേദങ്ങൾ, പിന്നെ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീലിംഗ രൂപവും പുല്ലിംഗ രൂപവും, പ്രത്യേകിച്ച് പുല്ലിംഗ ബഹുവചനം. കാരണം സ്ത്രീലിംഗ ബഹുവചനം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കാത്തതുകൊണ്ട് അത് പ്രത്യേകിച്ച്. അപ്പോ അതേപോലെ വർക്ക് എഴുതാൻ പറഞ്ഞത് അതെന്താണ്, റെക്കമെൻഡേഷൻ ആണ്. ഈ പാഠത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് എന്താണ്, നിങ്ങളുടെ ലോങ് ടേം പഠനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ
ഇത് മുഴുവൻ പഠിച്ചു വെക്കാൻ വേണ്ടി ദുറൂസുൽ ലുഗത്തുൽ അറബിയ അല്ലെങ്കിൽ അറബി ഭാഷ നന്നായിട്ട് പഠിക്കണം എന്നുള്ള പ്ലാനിലാണ് എങ്കിൽ എന്ത് ചെയ്യുക, ഒരു നല്ല ഡയറി വാങ്ങിയിട്ട് അതിൽ ഒരു ക്രിയയുടെ ടേബിൾ എഴുതി വയ്ക്കുക. ഒരു ക്രിയയുടെ 21 രൂപങ്ങൾ ഒരു പേജിൽ എഴുതി വയ്ക്കുക. അതായത് 17 ഗ്രൂപ്പിന് വേണ്ടി സ്ഥലം ഡെഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പിന്റെയും ആയിട്ട് ഓരോ ഗ്രൂപ്പിന് 2 അല്ലെങ്കിൽ 3 പേജ് ഇടുക. 2 പേജോ 3 പേജോ എഴുതുക. ചുരുങ്ങിയ 2 പേജ് കാണാം. ഒരു പേജിൽ ഫുൾ വലിയ അക്ഷരത്തിൽ ടേബിൾ 21 രൂപത്തിന്റെ ടേബിൾ എഴുതി വയ്ക്കുക. അതിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യദുറോസിനെ പോലെ റീഡിംഗ് ക്രിയാരൂപങ്ങൾ നമ്മൾ നേരത്തെ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്ത രൂപങ്ങൾ വരുമ്പോൾ അവിടെ വേറെ കളറിൽ എഴുതി. അടുത്ത പേജിൽ എന്ത് ചെയ്യണം, ഇതേ ഇനത്തിൽപ്പെട്ട മറ്റ് ക്രിയകൾ യദുറസു പോലുള്ള ക്രിയകൾ. ഈ അരിഫ് വരുമ്പോൾ അറഫ അരിഫ് വേറെയാണ്, അത് വേറെ പേജിൽ എടുക്കണം. അപ്പൊ അതിൽ ലറബ ഗ്രൂപ്പിന്റെ ടേബിൾ, ലറബയുടെ ടേബിൾ ആദ്യം എഴുതിയിരിക്കണം, 21 രൂപങ്ങൾ എഴുതിയിരിക്കണം. എന്നിട്ട് പിന്നെ അടുത്ത പേജിൽ അതിന്റെ കൂട്ടത്തിൽ ലറബയിൽ നിങ്ങൾ പഠിച്ച ക്രിയകളൊക്കെ ഉണ്ടാവും. ആ ക്രിയകളൊക്കെ അവിടെ എടുത്തെഴുതി വെച്ചിട്ട് അതിന്റെ കൂടെ അറഫ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെയും കുറെ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അതിലെ കാര്യങ്ങളൊക്കെ ഈ 2 പേജിൽ നിങ്ങൾക്ക് ക്രിയകൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും 2 അല്ലെങ്കിൽ 3 പേജിൽ എഴുതി വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ക്രിയാതാത് പറഞ്ഞു തോന്നുന്നു അല്ലേ? ക്രിയാതാത് ഒരെണ്ണം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ക്രിയാതാത് പറഞ്ഞില്ല. എന്താണ്? സൗഫയുടെ പ്രയോഗം വന്നില്ലല്ലോ. സായും സൗഫയും വന്നില്ല. വന്നില്ല, പറഞ്ഞോളൂ. അതിന്റെ ഉപയോഗം ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. ക്രിയാതാത് വരുമ്പോൾ ക്രിയാതാത് നമുക്ക് ക്രിയാതാത് ഇനി പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം എന്നെ ഉണർത്തണം. ക്രിയാധാതു എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് വേറെ പറഞ്ഞുതരാം. മസ്തറാണ് അതിന്റെ അടിസ്ഥാനമാണ്. മസ്തർ അതാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വേറെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ഒരു ക്രിയക്ക് 2 പേജ്, ഒരു ബാബിൽ 2 പേജ് ഡെഡിക്കേറ്റ് ചെയ്യണം. ഒരു ക്രിയയുടെ ടേബിൾ അവിടെ എഴുതി വയ്ക്കണം. 2ാമത്തെ പേജിലാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. പിന്നെ 3 പേജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാം. അല്ല 4 പേജ് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം പേസ്റ്റ് ബേസ് ആയിട്ടുള്ള 2 ഭാഗം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെ പേസ്റ്റ് ബേസ് വേറെ ക്രിയ എഴുതാൻ പറ്റും. പിന്നെ ക്രിയാധാതുവിന് വേറെ സംഭവമാണ് വരാൻ പോകുന്നത്. അത് വേറെ എഴുതില്ല. ക്രിയാധാതു നമ്മൾ 21 രൂപത്തിൽ ക്രിയാധാതു ഉണ്ട്. ഫാത്തിഹൻ, മഫ്തൂഹൻ, ഫത്ഹുൻ എന്ന് പറയുന്ന ക്രിയാധാതുവാണ്. പിന്നെ ക്രിയാധാതുവിനെ കുറിച്ച് വേറെ ഒരു സ്റ്റഡിയും കൂടി ഉണ്ട്. അത് സപ്ലിമെന്ററി സ്റ്റഡി, അഡീഷണൽ സ്റ്റഡിയാണ്. ഇതേപോലെ ഈ പാർട്ട് 2 പഠിച്ചു പോയാൽ പാർട്ട് 3 പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ പറയുന്നത് പോലെ പാർട്ട് 2 പഠിച്ചാൽ പാർട്ട് 3 വരുമ്പോൾ അത് എളുപ്പമായിരിക്കും. പാർട്ട് 3 എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നതാണ് പാർട്ട് 3. മദീന അറബിക്കിന്റെ പാർട്ട് 3 എന്ന് പറയുന്നത് പാർട്ട് 3 2 ഭാഗമാണ്. 2 സെമസ്റ്റർ ഉണ്ടാവും പാർട്ട് 3ക്ക്. ഇതൊക്കെ ഒരു സെമസ്റ്ററാണ്. നമ്മൾ ക്രിയയുടെ എല്ലാ രൂപവും പഠിക്കുമോ? ക്രിയയുടെ എന്ന് പറഞ്ഞാൽ ദുറൂസുൽ ലുഗത്തുൽ അറബിയയുടെ 3ാം ഭാഗമാണോ പറയുന്നത്? നമ്മൾ പഠിപ്പിച്ച ബാച്ചിനൊക്കെ മൂന്നാം കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ബാച്ച് ഇപ്പം 3ാം ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബാച്ച് 3ാം ഭാഗം പഠിച്ച് തീർന്നു. അതല്ല, ക്രിയയുടെ ഈ 91 രൂപ അത്ര ക്രിയയുടെ 95 രൂപങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ ഇച്ചിരി പാടും. പക്ഷെ നമ്മൾ ചില സംഗതികളുണ്ടല്ലോ, ചില സംഗതികൾ ഓൺ ദ ഗോയിലാണ് പഠിക്കുക. ഡോക്ടർമാർ പോലും പഠിക്കുന്നില്ലല്ലോ കംപ്ലീറ്റ്. ആരെങ്കിലും ഡോക്ടർമാരുണ്ടോ? പരാതി പറയുന്നത് ഡോക്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല. ഡോക്ടർ MBBS പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായിരുന്നു? പ്രാക്ടീസ് ചെയ്യും. MBBS പാസ്സായി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റില്ല. PG കഴിഞ്ഞാലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. PG കഴിഞ്ഞാല് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആൾ PG ചെയ്യണം. ഒരു സബ്ജക്റ്റിൽ പിന്നീട് അയാൾ സ്പെഷ്യലൈസ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഒന്ന്. രണ്ടാമത്, പിന്നെ ആര് ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഈസ് പ്രാക്ടീസിങ് എന്നാ പറയുന്നത്, ഓർ ഷീ ഈസ് പ്രാക്ടീസിങ്. അപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുവരെ അപ്പോഴും എന്താവുന്നില്ല, പഠിച്ചു തീരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ലാംഗ്വേജ്, അതായത് ഈ അറബി ഭാഷയെ സംബന്ധിച്ചോളം അറബി ഭാഷയെ കൊന്നു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അറബി ഭാഷയോട് വളരെ ക്രൂരമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണമുണ്ട്. അക്കാലത്ത് അവർക്ക് അതിൻ്റെതായ ന്യായീകരണമുണ്ട്. കാരണം ദീനിലെ ഒരുപാട് കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം അറബി ഭാഷയിൽ കിടക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദീന് മനസ്സിലാക്കുന്നതിൽ രക്ഷയ്ക്ക് പറ്റും എന്ന് ആൾക്കാർ വിചാരിച്ചതുകൊണ്ടാണ് അതിനെ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ജനങ്ങളെല്ലാം അറബി ഭാഷയിൽ നിന്നും ഓടിപ്പോയി. ഇന്നൊരു മെസ്സേജ് കിട്ടി എനിക്ക്, ഒരു സ്റ്റുഡന്റ് നമ്മുടെ കോഴ്സിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ അമ്മ ജിസു എന്റെ കുറെ പഠിച്ചിരുന്നു, പക്ഷെ ഇതുപോലെയല്ല പഠിച്ചത്. കുറെ ഭാഗങ്ങളൊക്കെ ഞാൻ അർത്ഥം വെച്ച് പഠിച്ചിരുന്നു. എന്നാൽ ഭാഷാപരമായി പഠിക്കാൻ ഒരിക്കലും പറ്റുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അർത്ഥം വെച്ച് പഠിച്ചിരുന്നുവെങ്കിലും ഭാഷാപരമായി പഠിക്കാൻ പറ്റുകയില്ല, ഒരിക്കലും പഠിക്കാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അത് ലളിതമായി പറഞ്ഞു തരാൻ ഒരാളെ കിട്ടിയപ്പോൾ അത് പഠിക്കാൻ പറ്റും എനിക്കെന്ന് ബോധ്യപ്പെട്ടു എന്നതുപോലെയാണ്. മറ്റതെന്താണ്? പഠനം ഒരു തപസ്യയായി സ്വീകരിച്ച് പഠനത്തിന് വേണ്ടി എന്ന് പറയുമല്ലോ, അങ്ങനെ സ്വീകരിച്ചവരെ സംബന്ധിച്ചോളം അവർ ദർസിലോ കോളേജിലോ അവിടെയൊക്കെ പോയിട്ട് ലാംഗ്വേജ് പഠിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷ എല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കി പഠിക്കേണ്ട സംഭവമാണ്. എങ്കിലേ അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഖുർആൻ വായിച്ച മനസ്സിലാവുള്ളൂ, ഹദീസ് വായിച്ച മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അറബി ഭാഷ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പറഞ്ഞിട്ടിരിക്കുന്നില്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറബി ഭാഷ പഠിക്കുക. അത് മാത്രമാണ് പറയുന്നവര് കുറച്ച് പറയുന്നത്, അല്ല തീരെ പറയാത്തത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പ്രശ്നമാണ്. അറബി ഭാഷ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. നമ്മൾ പറയുന്നത് അറബി ഭാഷ പഠിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഓൺ ദ ഗോയിൽ പഠിക്കാമെന്ന് വിചാരിക്കാം. അത് ആ സന്ദർഭത്തിലേ പഠിക്കുള്ളൂ. അപ്പൊ അത് 95 രൂപങ്ങളും നമ്മൾ പഠിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറെ രൂപങ്ങൾ നമ്മൾ 3 ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുറെ രൂപങ്ങൾ അതിൽ വരും. ബാക്കി ഇടയിലുള്ളത് ഓൺ ദ ഗോയിൽ ഇവിടെ വെച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജ് അങ്ങനെ തന്നെയാണ്. എല്ലാ വൊക്കാബുലറിയും പഠിച്ചിട്ടല്ല, എല്ലാ യൂസേജും പഠിച്ചിട്ടല്ല നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മളെ എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പലർക്കും അറിയില്ല. നമ്മൾ പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഗ്രാമർ പോലും ഇപ്പൊ പലർക്കും അറിയും. ആ ഗ്രാമറൊന്നും ഇല്ലെങ്കിലും ഇവിടെ നമ്മൾ ബീച്ചിലൊക്കെ ഉള്ള ആൾക്കാർ പളവളാ ഇംഗ്ലീഷ് പറയും. അവർ എവിടെ നിന്നാണ് ഗ്രാമർ പഠിച്ചിരിക്കുന്നത് എന്ന് തന്നെയല്ല. നമ്മൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുണ്ടല്ലോ, പല ടൂറിസ്റ്റുകളും ഇംഗ്ലണ്ടിൽ നിന്നല്ലാത്ത പലരും വന്നിട്ട് അവര് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ പഠിച്ച പോലെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവരെന്ത് ചെയ്യുന്നു? അവര് ആശയവിനിമയം നടത്തുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആശയവിനിമയം നടത്താൻ അങ്ങനെയാണ് അറിവ് പഠിക്കുന്നത്. എത്രയോ ആൾക്കാർ അറിവ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ഇപ്പൊ പഠിച്ച പാഠം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള തീർച്ചയായിട്ട് രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും അള്ളാഹ് എളുപ്പം അവരെ കരകയറ്റട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.